ഹായ് ഇറ്റ്സ് മീ ഷിബിൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഒരു ഇൻ ടെക്സ്റ്റ് റിവിഷൻ മുഴുവനായിട്ടും നമ്മൾ തീർന്നിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഒരു 60% ചാപ്റ്റേഴ്സും നമ്മൾ ഓൺലൈൻ ചാനലിലൂടെ ഡിസ്കസ് ചെയ്തു. നിങ്ങൾക്കറിയാം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല കോൺസെപ്റ്റും പല ചാപ്റ്റേഴ്സും നമ്മൾ ചാനലിലൂടെ ഡിസ്കസ് ചെയ്തു. ഇനിയിപ്പോൾ നമ്മുടെ മുമ്പിലുള്ളത് ബോർഡ് എക്സാമിനുള്ള ഒരു ഫൈനൽ പ്രിപ്പറേഷൻ. നമ്മൾ പഠിച്ചതിനൊക്കെ ഒന്ന് പോളിഷ് ചെയ്തെടുക്കുക. മാത്സിനെ സംബന്ധിച്ച് ഒരു ഒന്നോ രണ്ടോ പ്രാവശ്യം ടെക്സ്റ്റ് ബുക്ക് റിവിഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ടെക്സ്റ്റ് ബുക്കിലോട്ട് നോക്കേണ്ട കാര്യമില്ല. കാരണം മറ്റുള്ള സബ്ജക്റ്റ് പോലെ റിപ്പീറ്റഡ് ആയിട്ട് വായിക്കേണ്ട അതായത് ഒരു പ്രാവശ്യം വായിച്ചു പിന്നെയും വായിക്കുക അങ്ങനെയുള്ള ഒരു സബ്ജക്റ്റ് അല്ല മാത്സ്. ഒന്നോ രണ്ടോ പ്രാവശ്യം ഒരു ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഫ്രഷ് ക്വസ്റ്റ്യൻസ് കിട്ടണം. കാരണം നമ്മുടെ ബ്രെയിൻ പുതിയ ക്വസ്റ്റ്യൻസിനെ സോൾവ് ചെയ്യാൻ തരത്തിൽ പാകപ്പെടുത്തിയെടുക്കണം. ഒരു എക്സസൈസ് നമ്മുടെ ബ്രെയിനിന് കൊടുക്കണം. അതിന് നമ്മൾ പുതിയ പ്രോബ്ലംസ് കണ്ടെത്തുക, പഠിക്കുക എന്നതിലൂടെ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഇന്ന് മുതൽ ഈ ചാനലിലൂടെ ഒരു പുതിയ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുകയാണ്. 10th പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും, ബോർഡ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ കുട്ടികൾക്കും വളരെ യൂസ്ഫുൾ ആവുന്ന രീതിയിലുള്ള ഒരു പുതിയ പ്രോഗ്രാം. ബോർഡ് എക്സാമിന് വേണ്ടിയിട്ട് നമുക്ക് എങ്ങനെ നമ്മളെ സ്വന്തമായിട്ട് നമ്മുടെ ബ്രെയിനിന് എക്സസൈസ് മീൻസ് കൂടുതൽ പ്രോബ്ലംസ് സോൾവ് ചെയ്ത് ഒരു പുതിയ ക്വസ്റ്റ്യൻ വരുമ്പോൾ അത് ബ്രെയിനിന് എങ്ങനെ ആ ക്വസ്റ്റ്യൻ നമുക്ക് സൊല്യൂഷനിലോട്ട് കണക്ട് ചെയ്യാൻ പറ്റണം, അല്ലെങ്കിൽ എത്രമാത്രം സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം, അല്ലെങ്കിൽ ഏതൊക്കെ സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, അതായത് ഹയർ ഓർഡർ തിങ്കിങ് സ്കിൽ ക്വസ്റ്റ്യൻസ് ഇനി എത്രമാത്രം സോൾവ് ചെയ്യണം, അത് എവിടുന്ന് അങ്ങനത്തെയുള്ള കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ കളക്ട് ചെയ്ത് ഇന്ന് മുതൽ നമ്മൾ സോൾവ് ചെയ്യാൻ പോവാണ്. ബോർഡ് എക്സാം വരെ നീളുന്ന ഒരു പുതിയൊരു പ്രോഗ്രാമാണ്. അങ്ങനത്തെ റെക്കോർഡ് ക്ലാസ്സുകൾ ഞാൻ ചാനലിലോട്ട് അപ്ലോഡ് ചെയ്യും. 10th പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും ഉപകാരപ്രദമാകുന്ന രീതിയിൽ, എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ ഒരു ശ്രമം നടത്തുകയാണ്. പുതിയ ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്ത് നിങ്ങളിലോട്ട് എത്തിക്കുക. അതുമാത്രമല്ല, ഈ ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്യുന്നത് കുട്ടികളിൽ നിന്ന് തന്നെയാണ്. സ്വന്തമായി ഞാൻ കളക്ട് ചെയ്യുന്ന കുറച്ച് ക്വസ്റ്റ്യൻസും പ്ലസ് കുട്ടികളുമായിട്ട് ഡിസ്കസ് ചെയ്ത് കുട്ടികളുടെ ഔട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസൊക്കെ കളക്ട് ചെയ്തിട്ട് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് തോന്നുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മളിങ്ങനെ 1 by 1 ആയിട്ട് റെക്കോർഡ് ക്ലാസ്സുകളിലൂടെ പല റെക്കോർഡ് ക്ലാസ്സുകളിലൂടെ അപ്ലോഡ് ചെയ്യും. ബോർഡ് എക്സാമിന് വളരെ പ്രയോജനപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. ഓക്കെ, അപ്പം ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് 15 ചാപ്റ്ററാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളത്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കാണ് എൻ്റെ കയ്യിലുള്ളത്, 15 ചാപ്റ്റർ. ഈ 15 ചാപ്റ്ററും നിങ്ങൾ ഏകദേശം പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. പല കുട്ടികൾക്കും ഓരോ സംശയം ഉണ്ടാവും, ഈ 15 ചാപ്റ്റർ എന്താണ്, ഓരോ ചാപ്റ്ററിൽ നിന്നും ഏതൊക്കെ കാര്യങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യണം. അപ്പം അതിനെപ്പറ്റിയുള്ള എൻ്റെ ഭാഗത്തു നിന്ന് ചെറിയൊരു സജഷൻസ്, അല്ലെങ്കിൽ ഒരു ചെറിയ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോകുന്നു. അപ്പോൾ എൻ്റെ കൂടെ നിങ്ങൾ നിൽക്കുവാണെങ്കിൽ നമുക്ക് ഒരു ഓവറോൾ ഒരു 15 ചാപ്റ്റേഴ്സിൻ്റെ ഒരു റാൻഡമായിട്ടൊന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതിൽ ഏതൊക്കെ കോൺസെപ്റ്റാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് ഓരോ ചാപ്റ്ററിലും വരുന്നത്. ജസ്റ്റ് നിങ്ങളൊന്ന് റിവിഷൻ കഴിഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ ഇതൊന്ന് കാണുവാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഓരോന്ന് ഞാൻ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് ഓർത്തെടുത്ത് അങ്ങനെ വരാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഡിലീറ്റഡ് പോർഷൻസ് ഏതൊക്കെയാണ് ഒന്ന് നോക്കി, അല്ലെങ്കിൽ ഏതൊക്കെ പോർഷനാണ് ഡിലീറ്റ് ചെയ്തിരിക്കുന്നത് CBSE എന്നൊക്കെ നോക്കി അങ്ങനെയുള്ള രീതിയിലുള്ള ഒരു ഡിസ്കഷനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സോ ഫസ്റ്റ് ചാപ്റ്റർ റിയൽ നമ്പേഴ്സ്. സോ എൻ്റെ അടുത്ത് നിങ്ങളുടെ ഡിലീറ്റഡ് പോർഷൻ്റെ ഒരു ഇതുണ്ട്, ഒരു ഡോക്യുമെൻ്റ് ഉണ്ട്, PDF ആണ്. അതിൽ ക്ലാസ് 10 ചാപ്റ്റർ ടോപ്പിക്സ് റിമൂവ്ഡ്. യെസ്, റിയൽ നമ്പേഴ്സ് എന്നുള്ള ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് നമുക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. റിയൽ നമ്പേഴ്സ് എന്നുള്ള ചാപ്റ്ററിൽ നമുക്ക് ടോപ്പിക്സ് റിമൂവ്ഡ് എന്ന് പറയുന്നത് യൂക്ലിഡ്സ് ഡിവിഷൻ ലെമ്മയാണ്. റിയൽ നമ്പേഴ്സ് എന്നുള്ള ചാപ്റ്ററിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നത്. സോ നമുക്ക് ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് തന്നെ തുടങ്ങാം. യൂക്ലിഡ്സ് ഡിവിഷൻ, അത് ഓരോ ക്വസ്റ്റ്യനോ ഓരോരോ കാര്യങ്ങളൊന്നും അല്ല ഇവിടെ പറയുന്നത്. ജസ്റ്റ് ഓടിച്ച് ഒരു അരമണിക്കൂർ കൊണ്ട്, ഒരു 20 മിനിറ്റ് കൊണ്ട് മൊത്തം ടെക്സ്റ്റ് ബുക്കിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു പോകുന്നു. അപ്പോൾ ഇതിൽ ഞാൻ പറയുന്നത് ടോപ്പിക്സ് റിമൂവ്ഡ് എന്ന് പറയുന്നത് യൂക്ലിഡ്സ് ഡിവിഷൻ ലെമ്മയാണ്. യൂക്ലിഡ്സ് ഡിവിഷൻ ലെമ്മ തന്നെയാണ് ആ ചാപ്റ്ററിൽ ഒരു തലവേദനയായിട്ട് നമുക്ക് പല കുട്ടികൾക്കും തോന്നിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് യൂക്ലിഡ്സ് ഡിവിഷൻ ലെമ്മ ഒഴിവാക്കാം. അതിൻ്റെ അർത്ഥം നിങ്ങൾ യൂക്ലിഡ്സ് ഡിവിഷൻ അൽഗരിതം ഒഴിവാക്കണം എന്നല്ല. യൂക്ലിഡ്സ് ഡിവിഷൻ അൽഗരിതം നിങ്ങൾ പഠിച്ചിരിക്കണം നിർബന്ധമായിട്ടും. പിന്നെ എക്സസൈസ് 1.1 യൂക്ലിഡ്സ് ഡിവിഷൻ അൽഗരിതം ഉപയോഗിച്ചിട്ട് HCF കണ്ടുപിടിക്കാനുണ്ട്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിനൊക്കെ. പിന്നെ നിങ്ങൾ ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം എന്ന് പറഞ്ഞാൽ നമ്മൾ പേജ് നമ്പർ 6 എക്സാമ്പിൾ 2, എക്സാമ്പിൾ 3 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടല്ലോ. ഇപ്പോൾ ഒരു സാധനം ഇൻറ്റിജർ ആണെങ്കിൽ 2q+1 ഈസ് ഇൻറ്റിജർ, ഓഡ് ഇൻറ്റിജർ, അങ്ങനെയൊക്കെ 2q ഈസ് ഈവൻ ഇൻറ്റിജർ, ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാം. അതാണ് യൂക്ലിഡ്സ് ഡിവിഷൻ ലെമ്മയിലൂടെ അവർ ഉദ്ദേശിക്കുന്നത്. അത് ഒഴിവാക്കൂ എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. പക്ഷേ അൽഗരിതം നമ്മൾ ഒഴിവാക്കാൻ പാടില്ല. LCM, HCF കാര്യങ്ങളൊന്നും ഒഴിവാക്കാൻ പാടില്ല. LCM ഓഫ് 2 നമ്പേഴ്സ്, HCF ഓഫ് 2 നമ്പേഴ്സിൻ്റെ റിലേഷൻ, അങ്ങനത്തെ കാര്യങ്ങളൊന്നും നിങ്ങളതിൽ ഒഴിവാക്കാൻ പറ്റില്ല. ഓക്കെ,
അതൊക്കെ നിങ്ങൾ പഠിക്കണം. LCM of two numbers, HCF of two numbers-ൻ്റെ റിലേഷൻ ഉണ്ടല്ലോ. LCM of two numbers into HCF of two numbers is the product of numbers. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കണം. പിന്നെ എക്സസൈസ് 1.1-ൽ നിങ്ങൾക്ക് എക്സസൈസ് 1.1-ൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ, 9th ക്വസ്റ്റ്യൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാം എന്ന് മാത്രമാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഈ വേണമെങ്കിൽ എന്ന് പറയുന്നത് ഞാൻ നിങ്ങളോട് ഒഴിവാക്കാൻ പറയില്ല ഒരിക്കലും. കാരണം എല്ലാം പഠിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം +1 നിങ്ങൾക്ക് ചെല്ലുമ്പം ഈ ഒഴിവാക്കിയത് പലതും ചിലപ്പോൾ +1 വരും. അപ്പം നമ്മൾ 10th സ്റ്റാൻഡേർഡ് പരിപൂർണ്ണമായി പഠിച്ചെങ്കിൽ +1 നമുക്ക് വളരെ ഒരു സക്സസ് സ്റ്റുഡൻ്റായിട്ട് മാറാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ വേണമെങ്കിൽ എന്നുള്ളൊരു ടൈം ഉപയോഗിക്കുന്നത്. പിന്നെ നിങ്ങൾ നോക്കുന്നത് ഫണ്ടമെൻ്റൽ തിയറം ഓഫ് അരിത്തമെറ്റിക്കാണ്. അതിൽ നിങ്ങൾക്ക് ഫണ്ടമെൻ്റൽ തിയറം ഓഫ് അരിത്തമെറ്റിക്കിൽ നമ്മൾ പ്രൈം ഫാക്ടറൈസേഷനൊക്കെ ഒരു ഫാക്ടർ ട്രീ ഒക്കെ നിങ്ങളുടെ പേജ് നമ്പർ 8-ൽ കൊടുത്തിട്ടുണ്ട്. ആ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുന്ന രീതിയൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ എക്സാമ്പിൾ 5 ടൈപ്പ് ക്വസ്റ്റ്യൻസ് വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ എക്സാമ്പിൾ 6, എക്സാമ്പിൾ 7, എക്സാമ്പിൾ 8 അതിലുള്ള എക്സാമ്പിൾസ് മൊത്തം. പിന്നെ എക്സസൈസ് 1.12-ൽ ഓൾ ക്വസ്റ്റ്യൻസ്, എക്സസൈസ് 1.2-ൽ ഓൾ ക്വസ്റ്റ്യൻസ് ഓഫ് ഇമ്പോർട്ടൻറ്റ്. പിന്നെ റീവിസിറ്റിംഗ് ഇറാഷണൽ നമ്പേഴ്സിൽ ഏറ്റവും കൂടുതലായിട്ട് നിങ്ങളെ സഹായിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഹൗ ടു പ്രൂവ് റൂട്ട് 2 is irrational, how to prove root 3 is irrational, that kind of questions. How to prove root 5 is irrational, that kind of questions. അങ്ങനത്തെ ക്വസ്റ്റ്യൻസിനൊക്കെ അത്ര ഇമ്പോർട്ടൻറ്റ് കൊടുക്കണം. അതായത് എക്സസൈസ് 1.3 കംപ്ലീറ്റ്ലി ഇൻക്ലൂഡിങ് എക്സാമ്പിൾ 10, എക്സാമ്പിൾ 11 എല്ലാത്തിനും അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഓക്കെ. പിന്നെ ഇതിൽ നിന്നും ഈ റൂട്ട് 2 ഇറാഷണൽ എന്ന് പ്രൂവ് ചെയ്യുക, റൂട്ട് 3 ഇറാഷണൽ എന്ന് പ്രൂവ് ചെയ്യുക എന്നതല്ലാതെ കുറച്ചും കൂടെ സ്റ്റാൻഡേർഡൈസ് ചെയ്തിട്ട് കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. അതെൻ്റെ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് കിട്ടും. അതായത് ഈ റിയൽ നമ്പേഴ്സിൽ നിന്നും ഈ സെഷനിൽ, അതായത് ഹൗ ടു പ്രൂവ് റൂട്ട് 2, ഹൗ ടു പ്രൂവ് റൂട്ട് 3 എന്നുള്ള ആ സെഷനിൽ നിന്നും എത്രമാത്രം ഹയർ ഓർഡർ ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്യണം അതിൻ്റെ ഒരു ഐഡിയ ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് തരുന്നുണ്ട്. വീഡിയോ കാണാൻ മറക്കരുത്. ഓക്കെ. സോ അതൊക്കെയാണ്. പിന്നെ എക്സസൈസ് 1.4 കംപ്ലീറ്റ്ലി. എക്സസൈസ് 1.4-ൽ നിങ്ങൾക്കറിയാം പ്രധാനമായിട്ടും പറയുന്ന കാര്യങ്ങൾ ഒരു ഡെസിമൽ എക്സ്പാൻഷനെ പറ്റിയിട്ടാണ്. സോ അതിൽ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് അത് ഇതിലില്ല. പക്ഷേ നിങ്ങൾക്ക് മോഡൽ എക്സാമിന്, ഫസ്റ്റ് മോഡൽ എക്സാമിനൊക്കെ കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ് ആണ്. ആഫ്റ്റർ ഹൗ മെനി പ്ലേസസ് ദ പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ വിൽ ടെർമിനേറ്റ്, ദാറ്റ് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ്. അത്രയും ഇമ്പോർട്ടൻസ് അവിടെയൊക്കെ കൊടുക്കണം. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററിനെ പറ്റിയിട്ട് ഒരു ഓവറോൾ ഒരു റാൻഡം ആയിട്ടുള്ള ഒരു വ്യൂ പറയുകയാണെങ്കിൽ ഈസ് വെരി സിമ്പിൾ. യൂക്ലിഡ്സ് ഡിവിഷനിൽ M എടുത്ത് കഴിഞ്ഞതോടുകൂടി അത് വളരെ സിമ്പിളായിട്ടുണ്ട്. പിന്നെ സെക്കൻഡ് ചാപ്റ്റർ ഈസ് പോളിനോമിയൽസ്. ഓക്കെ. So, excuse me, 1 minute. ഓക്കെ. സോ പോളിനോമിയൽസിനെ പറ്റി പറയുകയാണെങ്കിൽ പോളിനോമിയൽസിലെ ടോപ്പിക്സ് റിമൂവ്ഡ് എന്ന് പറഞ്ഞിട്ട് എഴുതിയിരിക്കുന്നത് സ്റ്റേറ്റ്മെൻറ്റ്സ് ആൻഡ് സിമ്പിൾ പ്രോബ്ലംസ് ഓൺ ഡിവിഷൻ അൽഗരിതം ഫോർ പോളിനോമിയൽസ് വിത്ത് റിയൽ കോയിഫിഷ്യൻസ്. അത് ഡിവിഷൻ അൽഗരിതം, അതായത് ഡിവിഡൻഡ് ഈസിക്കൽ ഡിവിഷൻ ഡിവൈസർ ഈസിക്കൽ ഡിവൈഡ് ഇക്വേഷൻ പ്ലസ് ആ ഒരു സംഭവമല്ലേ, പ്ലസ് റിമൈൻഡർ, ആ ഡിവിഷൻ അൽഗരിതം അല്ലേ. ഡിവിഡൻഡ് ഈസിക്കൽ ടു ഡിവൈസർ ഇക്വേഷൻ പ്ലസ് റിമൈൻഡർ, ആ സാധനം. ആ ഒരു സാധനത്തിന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാം എന്നാണ്. ബാക്കിയൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഞാൻ ഇങ്ങനെ കാണിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. പേജ് നമ്പർ 23-ൽ ഇതാ നിങ്ങൾക്ക് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നത്. ഏകദേശം പേജ് നമ്പർ 23-ൽ ഒരു നിങ്ങൾക്കറിയാം അങ്ങനെ ഒരു ഗ്രാഫ് തന്നിട്ട് ആ ഗ്രാഫിൽ നിന്നും എത്ര നമ്പർ ഓഫ് സൊല്യൂഷൻസ് ഉണ്ട് എന്ന് കണ്ടുപിടിക്കാൻ ചോദിക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ്. അതായത് എങ്ങനെയാണ് നമ്മളൊരു ഗ്രാഫിൽ നിന്നും എത്ര നമ്പർ ഓഫ് സൊല്യൂഷൻ ഉണ്ടെന്ന് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ എത്ര നമ്പർ ഓഫ് സീറോസ് ഉണ്ടെന്ന് കണ്ടുപിടിക്കുക. ആ ഗ്രാഫ് എക്സ് ആക്സിസിൽ എത്ര പോയിന്റിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ടോ അത്രയും സൊല്യൂഷൻസ് അല്ലെങ്കിൽ സീറോസ് ആണ് ഉണ്ടാവുക. അപ്പോൾ ഈ പേജ് നമ്പർ 23-ലുള്ള ആ ഗ്രാഫ് എക്സ് ആക്സിസിൽ 2 പോയിന്റിലാണ് മുട്ടുന്നത്. അപ്പോൾ ആ 2 സൊല്യൂഷൻസ് ഉണ്ട്. അങ്ങനത്തെ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് അങ്ങനത്തെ 1 മാർക്കിലൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം, 1-2 മാർക്കിലൊക്കെ പ്രതീക്ഷിക്കാം. പിന്നെ ഞാൻ ചിലപ്പോൾ ഏതെങ്കിലുമൊക്കെ വിട്ടുപോകും ഇടയ്ക്ക്. സോറി, ഇത് ഞാൻ പെട്ടെന്ന് വീഡിയോ ഒരു എഡിറ്റിംഗ് ചെയ്യാണ്ട് മീൻസ് കണ്ടിന്യൂസ് ആയിട്ട് പോവുകയാണ്. അപ്പോൾ ചിലപ്പോൾ ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. പിന്നെ അതിൽ പ്രധാനപ്പെട്ട വേറൊരു കാര്യമാണ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സീറോസ് ആൻഡ് കോയിഫിഷ്യൻസ്. അതായത് സം ഓഫ് ദി സീറോ ഈസ് ഈക്വൽ ടു -b/a, പ്രൊഡക്റ്റ് ഓഫ് ദി സീറോ ഈസ് ഈക്വൽ ടു c/a. വെരി ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ്. എക്സാമ്പിൾ 2, എക്സാമ്പിൾ 3, എക്സാമ്പിൾ 4 ഒക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട എക്സാമ്പിളാണ്. എല്ലാം നിങ്ങൾ ട്രൈ ചെയ്യണം. എക്സാമ്പിൾ 5 ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. എക്സസൈസ് 2.2 ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ നിങ്ങൾ അതിൽ തന്നെ വേറെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ലൈക്ക് എങ്ങനെ ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ഫ്രെയിം ചെയ്യാം, അതിൻ്റെ ഒരു ജനറൽ എക്സ്പ്രഷൻ എന്താണ്. സോ ദി ജനറൽ എക്സ്പ്രഷൻ ടു ഫോം എ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ഈസ് വാട്ട് x² if you need the expression in the variable of എക്സിലാണ് നിങ്ങൾക്ക് ക്വാഡ്രാറ്റിക് പോളിനോമിയൽ വേണ്ടതെങ്കിൽ അതിൻ്റെ ജനറൽ ഫോം എങ്ങനെ വരിക. സീറോസ് ഗിവൺ ആണെങ്കിൽ എങ്ങനെ ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ഫോം ചെയ്യാമെന്നാണ് ഞാൻ പറയുന്നത്. x² മൈനസ് സൈൻ ഈസ് മൈനസ്, അവിടെയാണ് കുട്ടികൾ പലപ്പോഴും തെറ്റുവരുത്തുക. x² മൈനസ് സം ഓഫ് ദ സീറോസ് ഇൻറ്റു x പ്ലസ്
പ്രൊഡക്റ്റ് ഓഫ് ദ സീറോസ്. അപ്പോൾ സീറോസ് ഗിവൺ ആണെങ്കിൽ സമ്മും എടുത്ത് പ്രൊഡക്റ്റും എടുത്താണെങ്കിൽ ഈ ഫോർമുല ഉപയോഗിക്കുകയാണെങ്കിൽ, അതായത് സീറോസ് നിങ്ങൾക്ക് ഗിവൺ ആണ്, സപ്പോസ് നിങ്ങൾക്ക് സമ്മും കണ്ടുപിടിക്കാം പ്രൊഡക്റ്റും കണ്ടുപിടിക്കാൻ പറ്റുന്നൊരു സാഹചര്യമാണെങ്കിൽ ഈ രീതിയിൽ നിങ്ങൾക്ക് ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ഫോം ചെയ്യാം. പിന്നെ എക്സസൈസ് 2.2 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഡിവിഷൻ അൽഗരിതം ഫോർ പോളിനോമിയൽ ഇപ്പോൾ പറഞ്ഞു, അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല എന്നാണ് നിങ്ങൾക്ക് ഡിലീറ്റഡ് പോർഷനിൽ അത് കണ്ടിട്ടുണ്ട്. പിന്നെ നിങ്ങൾ എക്സാമ്പിൾ 9 ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പം പല കുട്ടികളും ഡിവിഷൻ അൽഗരിതം അങ്ങ് ഒഴിവാക്കാമെന്ന് പറയുമ്പോഴേക്കും കുറേ പേജ് അങ്ങോട്ട് ഒഴിവാക്കും. അങ്ങനെയല്ല, എക്സാമ്പിൾ 9 ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. എക്സാമ്പിൾ 9 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ എക്സാമ്പിൾ 9 കഴിഞ്ഞിട്ട് പിന്നെ എക്സസൈസ് 2.3 ആണ്. എക്സസൈസ് 2.3 ഒരുപാട് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ഉണ്ട്. പിന്നെ അതിൻ്റെ ഓപ്ഷനിൽ തന്നെ ക്വസ്റ്റ്യൻ നമ്പർ എന്താണ് പറയുക 4 ഒക്കെ നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 5ഉം സത്യം പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഓപ്ഷനിൽ പറ്റുമെങ്കിൽ അത് നന്നായി ചെയ്തു. A1 വേണ്ടി ട്രൈ ചെയ്യുന്ന ഓരോ കുട്ടികളും ഒരു A1 ആണ് നിങ്ങളുടെ എയിമെങ്കിൽ ക്വസ്റ്റ്യൻ നമ്പർ 4ഉം 5ഉം ഓപ്ഷനിൽ നിങ്ങൾ ട്രൈ ചെയ്യണം. എക്സസൈസ് 2.3 എല്ലാ ക്വസ്റ്റ്യൻസും, അതായത് ഞാൻ ഹൈലൈറ്റ് ചെയ്ത് പറയുന്നു, ഇപ്പം ഒബ്റ്റെയിൻ ഓൾ അതർ സീറോസ് ഓഫ് ദാറ്റ് പോളിനോമിയൽ ഇഫ് 2 സീറോസ് ആർ ഗിവൺ, അങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ ഇല്ലേ. ഇപ്പോൾ എക്സസൈസ് 2.3 തേർഡ് ക്വസ്റ്റ്യൻ, ആ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ വെരി ഇമ്പോർട്ടൻ്റ് ആണ്, അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ആ ചാപ്റ്ററിൽ ഒരുപാട് ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി. പിന്നെ തേർഡ് ചാപ്റ്ററാണ് നമുക്ക് വരുന്നത് പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻ 2 വേരിയബിൾ. സോ പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻ ഇൻ 2 വേരിയബിളിൽ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് മാത്രമാണ് നിങ്ങൾക്ക് ഒഴിവാക്കിയത്. അതായത് നിങ്ങൾക്ക് അതിൽ എലിമിനേഷനും സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡൊക്കെ ഉണ്ട്, പഠിക്കണം. ഏറ്റവും പ്രിഫറബിളി എലിമിനേഷനാണ് ഏറ്റവും നല്ലത്. എലിമിനേഷൻ മെത്തേഡ് നിങ്ങൾക്കറിയാം. പിന്നെ നമ്മൾ അതിനുശേഷം നമ്മൾ പലതരം ഗ്രാഫ് വരയ്ക്കാൻ നോക്കി. പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻ 2 വേരിയബിളിലെ ഗ്രാഫ് വരച്ച് നോക്കുമ്പോൾ ചില ഗ്രാഫ് 1 മിനിറ്റ്. ഓക്കെ, സോ ഗ്രാഫ് വരച്ച് നോക്കിയപ്പം എന്തായാലും പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻ 2 വേരിയബിളിന് എന്താണ് പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻ 2 വേരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ലൈനിൻ്റെ ഇക്വേഷൻ എറ്റ് എ ടൈം നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അതായത് a1x പ്ലസ് b1y പ്ലസ് c1 0 എന്ന് പറയുന്ന ഒരു ഫസ്റ്റ് എക്സ്പ്രഷനും a2x പ്ലസ് b2y പ്ലസ് c2 0 എന്ന് പറയുന്ന ഒരു സെക്കൻഡ് എക്സ്പ്രഷനും ഉണ്ട് അല്ലേ. a1x പ്ലസ് b1y പ്ലസ് c1 0 എന്ന് പറയുന്ന ഒരു ഫസ്റ്റ് ലൈനും പിന്നെ a2x പ്ലസ് b2y പ്ലസ് c2 0 എന്ന് പറയുന്ന ഒരു സെക്കൻഡ് ലൈനും, അങ്ങനെ 2 ലൈനിൻ്റെ എക്സ്പ്രഷനാണ് അവിടെ ഉള്ളത്. ഓക്കെ, സോ ഒരു കോൾ വരുന്നുണ്ട് ഇൻ ബിറ്റ്വീൻ, അതാണ് ഞാൻ നോക്കുന്നത്, ആരാണെന്നാണ് നോക്കുന്നത്. ഓക്കെ, സോ അങ്ങനെ 2 ലൈനിൻ്റെ എക്സ്പ്രഷൻ ഉണ്ട്. ആ 2 ലൈനിനെ നമ്മൾ ഗ്രാഫ്, അപ്പോൾ പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻ 2 വേരിയബിൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് 2 ലൈൻ നിങ്ങൾക്ക് ഉണ്ടാവും. ആ 2 ലൈൻ നിങ്ങൾ ഗ്രാഫ് വരച്ച് കഴിഞ്ഞാൽ ഒരു സാഹചര്യത്തിൽ ചിലപ്പം 2 ഗ്രാഫ് 2 ലൈനും കൂടെ ഒരു പോയിന്റിൽ കൂട്ടിമുട്ടും, അവിടെ യുണീക്ക് സൊല്യൂഷനാണ്. ചിലപ്പോൾ എവിടെയും കൂട്ടിമുട്ടാണ്ട് രണ്ടും പാരലായിട്ട് പോകും. സോ ദാറ്റ് ഈസ് ഇൻ ദ കേസ് ഓഫ് നോ സൊല്യൂഷൻ. പിന്നെ ചിലപ്പോൾ ഒരു ലൈൻ മറ്റൊരു ലൈനിൻ്റെ മുകളിലോട്ട് മീൻസ് 1 ലൈൻ ഫോൾസ് ഓൺ അതർ ലൈൻ എന്നുള്ളൊരു കേസ് വരാം. അപ്പോൾ ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ ഡിപ്പെൻഡ് അപ്പോൺ ദ പോയിന്റ് വേർ ദ 2 ലൈൻ ഇൻ്റർസെക്റ്റ്. അപ്പം ഒരു പോയിന്റിലാണെങ്കിൽ യൂണിക് സൊല്യൂഷൻ, അല്ലെങ്കിൽ ഇൻഫിനിറ്റ്ലി മെനി, അല്ലെങ്കിൽ നോ സൊല്യൂഷൻ. അതിൻ്റെ കണ്ടീഷൻസ് ഉണ്ട്. അതിൻ്റെ കണ്ടീഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു കാര്യം പറയാം. സിറ്റുവേഷൻ തന്നിട്ട് ലീനിയർ ഇക്വേഷൻ 2 വേരിയബിൾ ഫ്രെയിം ചെയ്യാൻ പറയും. ഇപ്പോൾ ഉദാഹരണത്തിന് കസേരേൻ്റെയും ടേബിളിൻ്റെയും ടൈപ്പ് ഓഫ് പ്രോബ്ലം നമ്മൾ ഫസ്റ്റ് മോഡലിൽ കണ്ടു. അത് കൂട്ട് പ്രോബ്ലംസ് ഒക്കെ നിങ്ങൾക്ക് 1 മാർക്കിൻ്റെ ഒക്കെ പ്രതീക്ഷിക്കാം. പിന്നെ പേജ് നമ്പർ 46 അതിൻ്റെ കണ്ടീഷൻസ് പറയുന്നത്. ഇൻ്റർസെക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ a1/a2 നോട്ട് ഈക്വൽ ടു b1/b2 കോയിൻസിഡൻ്റ് ആണെങ്കിൽ, അതായത് കോയിൻസിഡൻ്റ് ഇൻ ദ സെൻസ് 1 ലൈൻ ഫോൾസ് ഓൺ അതർ ലൈൻ. അപ്പോൾ a1/a2 b1/b2 c1/c2, അതായത് ഐ തിങ്ക് ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ. ഇനി നോ സൊല്യൂഷൻ ആണെങ്കിൽ a1/a2 b1/b2 നോട്ട് ഈക്വൽ ടു c1/c2. അത് പേജ് നമ്പർ 47 വൃത്തിയായിട്ട് ആദ്യത്തെ 3 ലൈൻ തന്നെ ആ കണ്ടീഷനാണ്. ആ കണ്ടീഷൻ നിങ്ങൾ ബൈ ഹാർട്ട് പഠിച്ചു വെക്കുക. ഓക്കെ, ബൈ ഹാർട്ട് പഠിച്ചു വെക്കേണ്ട കാര്യമില്ല, മനസ്സിലൊന്ന് ആക്കി വെച്ചാൽ മതി. പിന്നെ എക്സസൈസ് 3.2 ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. എക്സസൈസ് 3.2 സെക്കൻഡ് ക്വസ്റ്റ്യനും തേർഡ് ക്വസ്റ്റ്യനും പ്രാക്ടീസ് ചെയ്ത ഒരു കുട്ടിക്ക് ഈ സെഷനിൽ നിന്നും, അതായത് ഈ മറ്റേ ഒരു എന്താണ് പറയുക, നോ സൊല്യൂഷൻ, ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ, ആ കാറ്റഗറി എന്നുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലായി എന്നാണ് അർത്ഥം. എക്സസൈസ് 3.2 സെക്കൻഡും തേർഡ് ക്വസ്റ്റ്യനൊക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ. പിന്നെ എനിക്കൊരു കാര്യം പറയാൻ പറ്റുന്നത് 7th ക്വസ്റ്റ്യൻ ടൈപ്പ് ഗ്രാഫ് വരയ്ക്കാവുന്ന ക്വസ്റ്റ്യൻ ഒന്ന് ജസ്റ്റ് നോക്കി വെക്കുക. എക്സസൈസ് സെയിം എക്സസൈസിൽ 3.2 7th ക്വസ്റ്റ്യനൊക്കെ നിങ്ങൾ നോക്കി വെക്കുക. എന്ന് വെച്ചാൽ ബാക്കി നോക്കണ്ടെന്നല്ല, ഞാൻ പെട്ടെന്ന് എനിക്ക് കാണുന്നതും പെട്ടെന്ന് എനിക്ക് തോന്നുന്നതൊക്കെയാണ് പറയുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു സോൾവിങ് മെത്തേഡൊക്കെയാണ്. അതിൽ എലിമിനേഷൻ മെത്തേഡ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, സബ്സ്റ്റിറ്റ്യൂഷൻ ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം ചില സമയത്ത് സബ്സ്റ്റിറ്റ്യൂഷനൊക്കെ ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് പല സൊല്യൂഷനിലും മനസ്സിലായിട്ടുണ്ടായിരുന്നു. പക്ഷേ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നമുക്ക് ആവശ്യമില്ല. സോ എക്സസൈസ് 3.5 ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. ആ ഒരുപാട് പ്രോബ്ലംസ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി. എക്സസൈസ് 3.5 ഒരുപാട് പ്രോബ്ലംസ് ലൈക്ക് എക്സസൈസ് 3.5 നിങ്ങൾ നോക്കി സെക്കൻഡ് ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് സബ് ക്വസ്റ്റ്യനും സെക്കൻഡ് സബ് ക്വസ്റ്റ്യനും അത് വളരെ ഹയർ ഓർഡർ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്.
എക്സസൈസ് 3.5 സെക്കൻഡിൽ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ, നല്ല ഹയർ ഓർഡർ ലെവലിലുള്ള ക്വസ്റ്റ്യനാണ്. അങ്ങനത്തെ ക്വസ്റ്റ്യനാണ് നിങ്ങൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. മാത്രവുമല്ല അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ അതേ എക്സസൈസിൽ ഓക്കെ 4th ക്വസ്റ്റ്യൻ ഇക്വേഷൻ ഫോം ചെയ്ത് സോൾവ് ചെയ്യാവുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ്, ആ പ്ലേസസ് എ ആൻഡ് ബി ആർ 100 കിലോമീറ്റർ എപ്പാർട്ട് ഓൺ എ ഹൈവേ, ആ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ്. പിന്നെ അത് 4th സബ് ക്വസ്റ്റ്യൻ ആണ്. 5th സബ് ക്വസ്റ്റ്യൻ, പിന്നെ 3rd സബ് ക്വസ്റ്റ്യൻ, അതിൽ പിന്നെ 2nd സബ് ക്വസ്റ്റ്യൻ. ആ സത്യം പറഞ്ഞാൽ 4th ക്വസ്റ്റ്യനിലെ 5 സബ് ക്വസ്റ്റ്യൻ നിങ്ങൾ സോൾവ് ചെയ്യാൻ പഠിച്ചിരിക്കണം. അത്ര ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് അത് നിർബന്ധമായിട്ടും പറയുന്നത് പഠിക്കണമെന്ന്. പിന്നെ നിങ്ങൾ എക്സാമ്പിൾ 19 പേജ് നമ്പർ 65 അപ്സ്ട്രീം ഡൗൺ സ്ട്രീം പ്രോബ്ലം, വെരി ഇമ്പോർട്ടൻറ്റ്. എക്സസൈസ് 3.6 നോക്കുവാണെങ്കിൽ അതിൽ ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് പറയാനൊന്നുമില്ല, എല്ലാ ക്വസ്റ്റ്യൻസും ഉണ്ട്. ഇത് കേൾക്കുന്ന ഒരു കുട്ടിക്ക് ചിലപ്പം തോന്നിയേക്കാം ഇയാൾ പിന്നെ എന്താണ് ഈ പറയുന്നത്, എല്ലാം ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞു പോകും. യെസ്, അതുകൊണ്ട് തന്നെയാണ് ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആണെന്ന് തന്നെ പറയാനാണ് എനിക്ക് അറിയുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത് അത്ര ഇമ്പോർട്ടൻ്റ് ആണ് എക്സസൈസ് 3.6 എല്ലാ പ്രോബ്ലംസും. അതിൽ നമുക്ക് ഒഴിവാക്കാൻ ഒരു പ്രോബ്ലവും ഇല്ല. ഓക്കെ, പിന്നെ 2nd ക്വസ്റ്റ്യനിലും എക്സസൈസ് 3.6 സെക്കൻഡിൽ കുറച്ച് വേർഡ് പ്രോബ്ലംസ് ഉണ്ട്, അത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഓപ്ഷണലിൽ നമുക്കങ്ങനെ നിർബന്ധമായും നോക്കേണ്ട ക്വസ്റ്റ്യൻ എന്ന് പറയാനുള്ള ക്വസ്റ്റ്യൻസ് പെട്ടെന്നൊരു നോട്ടം നോക്കിയാൽ കാണില്ല. എങ്കിലും ഞാൻ പ്രിഫർ ചെയ്യുന്നു, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ 1st ക്വസ്റ്റ്യൻ, പിന്നെ 5th ക്വസ്റ്റ്യൻ, ഓപ്ഷനിലെ കാര്യമാണ് പറയുന്നത്. 1st ക്വസ്റ്റ്യൻ, 5th ക്വസ്റ്റ്യൻ, പിന്നെ 7th ക്വസ്റ്റ്യനിലെ 4th സബ് ക്വസ്റ്റ്യൻ ടൈപ്പ് ക്വസ്റ്റ്യൻ. അത് ഞാൻ പഠിപ്പിക്കുന്ന സമയത്ത് ഞാൻ ചെയ്ത് കൊടുക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അതായത് ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നു, പറ്റുമെങ്കിൽ 1st ക്വസ്റ്റ്യൻ, ഓക്കെ, പറ്റുമെങ്കിലെല്ലാം നിർബന്ധമായി ചെയ്തിട്ട് പോവാം. 1st ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്തിട്ട് പോവാം, 5th ക്വസ്റ്റ്യൻ ചെയ്തിട്ട് പോവാം, പിന്നെ 7th ക്വസ്റ്റ്യനുള്ള എല്ലാ സബ് ക്വസ്റ്റ്യനും. അതായത് 7th 4th സബ് ക്വസ്റ്റ്യനൊക്കെ വളരെ സ്റ്റാൻഡേർഡാണ്. 2nd സബ് ക്വസ്റ്റ്യൻ വളരെ സ്റ്റാൻഡേർഡാണ്. പിന്നെ അതിൽ തന്നെ 5th സബ് ക്വസ്റ്റ്യൻ വളരെ സ്റ്റാൻഡേർഡാണ്. നിങ്ങൾക്ക് ഉത്തരം കിട്ടുന്നതിന് നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിലും സെർച്ച് ചെയ്താൽ കിട്ടും. എന്നോട് ചോദിച്ചോളൂ, ഞാൻ പറഞ്ഞുതരാം, നോ പ്രോബ്ലം ഇൻ ദാറ്റ്. ദെൻ 8th ക്വസ്റ്റ്യൻ ഓൾസോ. 8th ക്വസ്റ്റ്യൻ ഒരു സൈക്ലിക് കോട്ടിലാട്ടറാണ്, വെരി ഇമ്പോർട്ടൻറ്റ്. ഐ റിപ്പീറ്റ്, വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഇഫ് യുവർ എയിം ഈസ് ടു സ്കോർ A1, യു ആർ സപ്പോസ് ടു സോൾവ് അറ്റ്ലീസ്റ്റ് ദിസ് ഓപ്ഷണൽ ക്വസ്റ്റ്യൻ വിച്ച് ഐ ഡിസ്കസ് വിത്ത് യു ജസ്റ്റ് നൗ. ഈ ഓപ്ഷണൽ, ഞാൻ പറഞ്ഞ ഓപ്ഷണൽ ക്വസ്റ്റ്യൻ എങ്കിലും നിങ്ങൾ A1 ലക്ഷ്യം വെക്കുന്നുണ്ടെങ്കിൽ ചെയ്തേ പറ്റുള്ളൂ. ആ സൈക്ലിക് കോട്ടിലാട്ടൽ 8th ക്വസ്റ്റ്യൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, and we are moving to 4th chapter, that is quadratic equation. ഇനി നമുക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷനിലോട്ട് ഒരു ജസ്റ്റ് ഒന്ന് റാൻഡമായിട്ട് നമ്മൾ പോവുകയാണെങ്കിൽ, ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ എടുത്തു കളഞ്ഞിരിക്കുന്നത് സിറ്റുവേഷണൽ പ്രോബ്ലംസ് ബേസ്ഡ് ഓൺ ഇക്വേഷൻസ് റെഡ്യൂസിബിൾ ടു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ലെവലിലുള്ള വേർഡ് പ്രോബ്ലം ഒഴിവാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ അങ്ങനെ ഭയങ്കര ലെവലിലുള്ള വേർഡ് പ്രോബ്ലംസ് ഒന്നും ഇല്ല. അതായത് ടെക്സ്റ്റ് ബുക്കിലുള്ള വേർഡ് പ്രോബ്ലംസ് നിങ്ങൾ ചെയ്ത് നോക്കണമെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. ചുരുക്കം പറഞ്ഞാൽ ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ നിങ്ങളൊന്നും ഒഴിവാക്കേണ്ട കാര്യമില്ല. യു മേ അണ്ടർസ്റ്റാൻഡ്. ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ നിങ്ങൾ ഒന്നും ഒഴിവാക്കാതെ തന്നെ പഠിക്കുക. അത് നിങ്ങൾ അങ്ങനെ തന്നെ പഠിക്കുക. ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ പഠിക്കുക. ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ നമ്മൾ പഠിച്ചത് ജനറൽ ഫോം ഓഫ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഈസ് ax² + bx + c = 0. പിന്നെ ജനറൽ ഫോം പഠിച്ചു. അതിനുശേഷം നമ്മൾ അതെങ്ങനെ സോൾവ് ചെയ്യണമെന്ന് പഠിച്ചു അല്ലേ, ഫാക്ടറൈസേഷൻ മെത്തേഡ് ഉപയോഗിച്ച്. പിന്നെ അതായത് സ്പ്ലിറ്റിംഗ് ദി മിഡിൽ ടൈം, അല്ലെങ്കിൽ ക്വാഡ്രാറ്റിക് ഫോർമുല -b + 1 - √b² - 4ac all divided by 2a. അതിനുശേഷം ആ ഫോർമുല പഠിച്ച ഉടനെ തന്നെ നമ്മൾ ആ ഫോർമുലയിലുള്ള ഒരു ടേം ആയിരുന്നു b² - 4ac, and we used to call it as discriminant, and depend upon the discriminant we can predict the nature of the roots. If the discriminant is less than 0, no roots. If the discriminant is greater than 0, two different roots. If discriminant is equal to 0, 2 equal roots. That kind of questions, very important question. സത്യം പറഞ്ഞാൽ ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്നുള്ള ചാപ്റ്ററിൽ ടെക്സ്റ്റ് ബുക്കിൽ ഒരുപാട് സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് ഇല്ല. അതാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ പ്രശ്നം. അതുകൊണ്ട് ഐ പ്രിഫർ ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസ് ചെയ്തതിന് ശേഷം ഉടനെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഗൈഡ്സിൽ നിന്ന് കളക്ട് ചെയ്യാം. ഞാൻ പ്രിഫർ ചെയ്യുന്ന ഗൈഡ് രചന സാഗർ, ഓഫ് കോഴ്സ്, ടുഗദർ വിത്ത് അങ്ങനത്തെ ഗൈഡുകൾ, പിന്നെ R.D. ശർമ്മേൻ്റെ ഗൈഡുകളൊക്കെ വളരെ നല്ലതാണ്. പിന്നെ എക്സാമ്പിൾ 15 ടൈപ്പ് ക്വസ്റ്റ്യൻ, അതായത് പേജ് നമ്പർ 87 എക്സാമ്പിൾ 15, അതൊരു വേർഡ് പ്രോബ്ലമാണ്. പിന്നെ ഞാൻ പറയാൻ മറന്നുപോയി, ഇതിൽ കുറേ വേർഡ് പ്രോബ്ലംസ് ഉണ്ട്, ഒരുപാട് വേർഡ് പ്രോബ്ലംസ് ഉള്ള ഒരു ചാപ്റ്ററാണിത്. ആ വേർഡ് പ്രോബ്ലംസ് ഒക്കെ നിങ്ങൾക്ക് എക്സസൈസ് 4.3 കാണാൻ പറ്റും. എന്തോരം വേർഡ് പ്രോബ്ലംസ്, ഒരു 11, 10, 9, 8, 7, 6, 5 അതൊക്കെ വേർഡ് പ്രോബ്ലംസ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേർഡ് പ്രോബ്ലംസ് ആണ്. അപ്സ്ട്രീം, ഡൗൺ സ്ട്രീം, പിന്നെ 2 വാട്ടർ ടാപ്സ് ടുഗദർ ക്യാൻ ഫിൽ എ ടാങ്ക്. പല കുട്ടികൾക്കും ഡൗട്ട് തോന്നുന്ന ക്വസ്റ്റ്യനാണ്. എനിക്ക് തോന്നുന്നു ഞാനത് എന്നെക്കൊണ്ട് കഴിയാവുന്നതുപോലെ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നൊരു ക്വസ്റ്റ്യനാണ്.
9th question, 2 water taps together can fill a tank. ആ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേർഡ് പ്രോബ്ലം അതാണ്. പിന്നെ അപ്സ്ട്രീം ഡൗൺ സ്ട്രീം പ്രോബ്ലം, പിന്നെ എക്സ്പ്രസ് ട്രെയിൻ, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്, ഒരുപാടുണ്ട്. നിങ്ങൾക്ക് ട്രൈ ചെയ്യാനും പഠിക്കാനും ഒക്കെ ഒരുപാടുണ്ട്. അതിനനുസരിച്ച് സമയവും ഉണ്ട് നിങ്ങൾക്ക്. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു എക്സ്ക്യൂസും പറയാൻ പറ്റില്ല. പിന്നെ ഡിസ്ക്രിമിനൻ്റ് പ്രോപ്പർട്ടി വെച്ചിട്ട് നേച്ചർ ഓഫ് ദ റൂട്ട്സ് നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്താണ്. പിന്നെ എക്സസൈസ് 4.4 4th 5th ക്വസ്റ്റ്യനൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചിട്ട് പോയി, അതിൽ വേറെ ഒന്നും കൂടുതലായിട്ടൊന്നുമില്ല. സോ അതോടെ ആ ചാപ്റ്റർ ഓപ്ഷനിലൊന്നുമില്ല, ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് ചെയ്യാം. പക്ഷേ ഐ പ്രിഫർ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് നിങ്ങൾ കളക്ട് ചെയ്തിട്ട് ചെയ്തോളാം. മറ്റ് മെറ്റീരിയൽസിൽ നിന്നും എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്താൽ ഓക്കെ. ഇനി നമുക്ക് എത്ര മിനിറ്റായി നോക്കിയതാണ്, 20 മിനിറ്റായി വീഡിയോ. ഇനി നമുക്ക് പോകേണ്ടത് അരിത്തമെറ്റിക് പ്രോഗ്രഷനാണ്. അരിത്തമെറ്റിക് പ്രോഗ്രഷൻ നിങ്ങൾക്ക് ഒഴിവാക്കിയിരിക്കുന്നത് ആപ്ലിക്കേഷൻ ഇൻ സോൾവിങ് ഡെയിലി ലൈഫ് പ്രോബ്ലംസ് ബേസ്ഡ് ഓൺ സം ടു n ടൈംസ്. അതായത് വേർഡ് പ്രോബ്ലംസ് ബേസ്ഡ് ഓൺ സം ടു n ടൈംസ് ഒഴിവാക്കി എന്നാണ് പറയുന്നത്. ഓക്കെ, പക്ഷെ നമുക്ക് ഇന്ന പ്രോബ്ലം ഒഴിവാക്കി എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. സോ അതായത് സം ടു n ടൈംസ്, സം ഓഫ് n ടൈംസ് വെച്ചിട്ടുള്ള വേർഡ് പ്രോബ്ലംസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം. പക്ഷേ ഐ പ്രിഫർ നിങ്ങൾ ഒഴിവാക്കരുത്. A1 ആണ് നിങ്ങൾ ലക്ഷ്യം വെക്കുന്നതെങ്കിൽ ഈ അരിത്തമെറ്റിക് പ്രോഗ്രഷനിലും ക്വാഡ്രാറ്റിക് ഇക്വേഷനിലൊക്കെ ചെറിയ നുള്ളു സാധനങ്ങളാണ്. ഇപ്പോൾ നമ്മൾ ചെറിയൊരു നുള്ള്, ഒരു വലിയൊരു 1 കിലോൻ്റെ ഒരു ചായപ്പൊടിയിൽ നിന്ന് ഒരു ചെറിയ നുള്ള് ചായപ്പൊടി എടുത്ത് കളഞ്ഞാൽ ഒന്നും സംഭവിക്കാനില്ല, അല്ലെങ്കിൽ അത്രയും ഒരു കുറവൊന്നും വരില്ല. അതുപോലെ തന്നെയാണ് ഇതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾ ഒരുപാട് ഫിൽറ്റർ ചെയ്യരുത്. അരിത്തമെറ്റിക് പ്രൊഫഷനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അരിത്തമെറ്റിക് പ്രൊഫഷനിൽ നിന്നും ഫിൽട്രേഷൻ ചെയ്യരുത് തന്നെയാണ്. A1 ലക്ഷ്യം വെക്കുന്ന ഒരു കുട്ടിയും അരിത്തമെറ്റിക് പ്രൊഫഷനിൽ ഫിൽട്രേഷൻ ചെയ്യരുത് തന്നെയാണ് ഞാൻ പറയാം. സോ അരിത്തമെറ്റിക് പ്രൊഫഷനെ പറ്റി പറയുകയാണെങ്കിൽ അരിത്തമെറ്റിക് പ്രൊഫഷനിൽ nth ടൈമിന് ഒരു ഫോർമുല ഉണ്ട്, an = a + n - 1 × d. സം ഓഫ് n ടൈംസിന് ഒരു ഫോർമുല ഉണ്ട്, n/2 × 2a + n - 1 × d. സം ഓഫ് n ടൈംസിന് വേറൊരു ഫോർമുല ഉണ്ട്, n/2 × a + l ലാസ്റ്റ് ടൈം എന്നുള്ള രീതിയിൽ. ആ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഒരുപാട് വേർഡ് പ്രോബ്ലംസ് ഉണ്ട്. നമുക്കൊന്നും ഇങ്ങനെ പറയുമ്പോൾ ഒന്നും നമുക്കതിൽ പറയാൻ കഴിയില്ല, കാരണം ദാറ്റ് ചാപ്റ്റർ ഈസ് ഫിൽഡ് വിത്ത് മെനി വേർഡ് പ്രോബ്ലംസ്. എക്സസൈസ് 5.1 ഒന്നും അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നും അല്ല, കാരണം അതൊക്കെ ജസ്റ്റ് സ്റ്റാർട്ടിങ് എക്സസൈസ് ആണ്, അതിലൊന്നും കാര്യമായിട്ടൊന്നുമില്ല. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള എക്സാമ്പിളെല്ലാം പ്രാക്ടീസ് ചെയ്യണം. പിന്നെ എക്സസൈസ് 5.2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. ലൈക്ക് ക്വസ്റ്റ്യൻ നമ്പർ 3 കുറച്ച് ബോക്സ് ഫില്ല് ചെയ്യാൻ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. പിന്നെ ക്വസ്റ്റ്യൻ നമ്പർ 3 ശേഷം ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്, 20 വരെ. അതിലെ ക്വസ്റ്റ്യൻസ് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതാണ്, ജസ്റ്റ് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. പിന്നെ സം ഓഫ് n ടൈംസിൽ നിങ്ങളെല്ലാ പ്രോബ്ലംസും ഇൻക്ലൂഡിങ് എക്സാമ്പിൾസ് ആൻഡ് എക്സസൈസ് 5.3 നിങ്ങൾ നോക്കി എത്ര ക്വസ്റ്റ്യൻ ആണുള്ളത്, എത്ര ക്വസ്റ്റ്യൻ ആണ്, മീൻസ് 20 ക്വസ്റ്റ്യൻസ് അതിൽ തന്നെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ നിങ്ങൾ പുറത്തുനിന്ന് ഒരു മെറ്റീരിയലിൽ നിന്ന് ചെയ്തില്ലെങ്കിലും ഇഷ്ടംപോലെ സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ നിങ്ങളുടെ ചാപ്റ്ററിലുണ്ട്. പിന്നെ ഓപ്ഷണൽ ക്വസ്റ്റ്യൻസിൽ നിങ്ങൾ നിർബന്ധമായിട്ടും നോക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഒന്നാമത്തത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിർബന്ധമായിട്ട് നിങ്ങൾ നോക്കണം. സെക്കൻഡ് ക്വസ്റ്റ്യൻ നിർബന്ധമായിട്ട് നിങ്ങൾക്ക് നോക്കണം. ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് നിങ്ങൾ ചോദിച്ചോളൂ, നോ പ്രോബ്ലം ഇൻ ദാറ്റ്. ദെൻ ഫോർത്ത് ക്വസ്റ്റ്യൻ, വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, ഫോർത്ത് ക്വസ്റ്റ്യൻ. ഐ റിപ്പീറ്റ്, ദ ഫോർത്ത് ക്വസ്റ്റ്യൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഫോർത്ത് ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഓപ്ഷണൽ ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് നോക്കാൻ 3 ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, 1, 2, 4. പിന്നെ നമ്മൾ വരുന്നത് ട്രയാങ്കിൾസ് ആണ്. 6th ചാപ്റ്റർ ട്രയാങ്കിൾസ്. ട്രയാങ്കിൾസിലോട്ട് നമ്മൾ പോകുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ട്രയാങ്കിൾസിൽ ഒഴിവാക്കിയിരിക്കുന്ന ടോപ്പിക്സ് റിമൂവ്ഡ് എന്ന് പറയുന്നത് പ്രൂഫ് ഓഫ് ദ ഫോളോയിങ് തിയറംസ് ആർ ഡിലീറ്റഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദ റേഷ്യോ ഓഫ് ദ ഏരിയാസ് ഓഫ് 2 സിമിലർ ട്രയാങ്കിൾ ഇസ് ഈക്വൽ ടു ദ റേഷ്യോ ഓഫ് ദ സ്ക്വയേഴ്സ് ഓഫ് ദർ കറസ്പോണ്ടിങ് സൈഡ്സ്. അത് ഒഴിവാക്കിയിട്ടുണ്ട്. അതായത് പ്രൂഫ് ഓഫ് ദ ഫോളോയിങ് തിയറംസ് ആർ ഡിലീറ്റഡ്. താഴെ പറഞ്ഞിരിക്കുന്ന തിയറംസിൻ്റെ പ്രൂഫ് ഡിലീറ്റ് ചെയ്യുന്നത്. അതായത് റേഷ്യോ ഓഫ് ദ ഏരിയാസ് ഓഫ് 2 സിമിലർ ട്രയാങ്കിൾ ഇസ് ഈക്വൽ ടു ദ റേഷ്യോ ഓഫ് ദ സ്ക്വയർ ഓഫ് ദർ കറസ്പോണ്ടിങ് സൈഡ്. അങ്ങനത്തെ ഒരു തിയറം നമ്മൾ പഠിച്ചിരുന്നത്, അതിൻ്റെ പ്രൂഫ് ഒഴിവാക്കി എന്നാണ് അവർ പറയുന്നത്. പിന്നെ ഇൻ എ ട്രയാങ്കിൾ ഇഫ് ദ സ്ക്വയർ ഓഫ് 1 സൈഡ് ഈസ് ഈക്വൽ ടു ദ സം ഓഫ് ദ സ്ക്വയേഴ്സ് ഓൺ ദ അതർ 2 സൈഡ്സ് ദ ആംഗിൾ ഓപ്പോസിറ്റ് ടു ദ ഫസ്റ്റ് സൈഡ് ഈസ് എ റൈറ്റ് ആംഗിൾ. അത് ഏത് തിയറാ? പൈതഗോറസ് തിയറം അല്ല, അത് കൺവേഴ്സ് ഓഫ് പൈതഗോറസ് തിയറമാണ്. അത് ഒഴിവാക്കി എന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, പൈതഗോറസ് തിയറം ഒഴിവാക്കിയിട്ടില്ല, 100% പൈതഗോറസ് തിയറം നിങ്ങളോട് ചോദിക്കാം. കൺവേഴ്സ് ഓഫ് പൈതഗോറസ് തിയറത്തിൻ്റെ പ്രൂഫ് ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പം ആ ചാപ്റ്ററിൽ ചാപ്റ്ററിന് ഓരോ കാര്യങ്ങളും ഞാൻ പറയുന്നില്ല. ആ ചാപ്റ്ററിൽ എല്ലാ എക്സസൈസിലെയും എല്ലാ പ്രോബ്ലംസും എക്സാമ്പിളും ഇമ്പോർട്ടൻ്റ് ആണ്. ഒറ്റ വാക്കിൽ എനിക്ക് പറയാൻ പറ്റും, 100% ഇമ്പോർട്ടൻറ്റ്. പിന്നെ നിങ്ങൾക്ക് ഈ ചാപ്റ്റർ നിങ്ങളെ സേവ് ചെയ്യാൻ പോകുന്നത് പലതരത്തിലാണ്. ഒന്ന്, നിങ്ങൾ ആകെ 2 തിയറം 2-3 തിയറം പഠിച്ചാൽ മതി, പ്രൂഫ് അടക്കം. ഏതൊക്കെ? BPTയും തെയിൽസ് തിയറും അഥവാ ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറും പൈതഗോറസ് തിയറവും ഒക്കെ തന്നെയാണ് കാര്യമായിട്ട് പഠിക്കാനുള്ള തിയറംസ് ഉള്ളൂ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ രക്ഷപ്പെട്ടല്ലോ, 2 തിയറം ബൈഹാർട്ട് ചെയ്ത് പഠിച്ചാൽ പോരുന്നത്. പോരാ. ഈ ചാപ്റ്ററിൻ്റെ പ്രത്യേകത ഇൻ ടെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും. 100%, ഒരു 99% ബോർഡ് എക്സാമിന് ചോദിക്കുക. അതായത് ഈ ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഈ ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുള്ള സ്ഥിതിക്ക് നിങ്ങൾ എല്ലാ എക്സാമ്പിളും എല്ലാ എക്സസൈസും ട്രയാങ്കിൾസിൽ ചെയ്യണം. എന്തൊക്കെ കാര്യങ്ങൾ, എത്ര എക്സസൈസ് നിങ്ങൾക്കറിയാം. എൻ്റെ വീഡിയോ കാണുന്ന, എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ കാണുന്ന ഓരോ കുട്ടിക്കും മനസ്സിലുണ്ടാവും, ട്രയാങ്കിൾ നമ്മൾ ഏകദേശം 2 മാസം കൊണ്ടാണ് പഠിപ്പിച്ചെടുത്തത്. ഓരോ ക്വസ്റ്റിനും അതിൻ്റേതായ സമയം എടുത്തിട്ട് അത്രയും ഡിസ്കസ് ചെയ്തിട്ട്, സാധാരണ ഒരു ക്ലാസ് എടുക്കുന്നത് പോലെ
ഞാൻ ഈ ചാനലിലൂടെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ. അതുകൊണ്ട് ഞാനതിൽ കൂടുതലൊന്നും പറയുന്നില്ല. എക്സസൈസ് 6.5 ഈസ് ഫിൽഡ് വിത്ത് മെനി ക്വസ്റ്റ്യൻ പ്ലസ് ഓപ്ഷനിലെ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നു, എല്ലാ ക്വസ്റ്റ്യൻസും എല്ലാ എക്സാമ്പിളും എല്ലാ എക്സസൈസ് ക്വസ്റ്റ്യൻ നിങ്ങൾ എയിം ചെയ്യുന്നത് 90% മുകളിലാണെങ്കിൽ ഇതൊക്കെ നിങ്ങൾ ചെയ്തിരിക്കണം. ഓക്കെ. പിന്നെ ഓപ്ഷണൽ ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് 10 ക്വസ്റ്റ്യൻ നമ്മൾ ഈ ചാനലിലൂടെ തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നുന്ന 6th ക്വസ്റ്റ്യൻ ടൈപ്പ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഒഴിവാക്കാം. പക്ഷേ എനിക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല 6th ക്വസ്റ്റ്യൻ ചോദിക്കില്ല എന്ന്, ചോദിച്ചു കൂടായില്ല. അപ്പം ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഇപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ എളുപ്പമാണ്, സെക്കൻഡ് ക്വസ്റ്റ്യൻ എളുപ്പമാണ്, തേർഡ് ഫോർത്ത് ക്വസ്റ്റ്യനൊക്കെ എളുപ്പമാണ്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ നിങ്ങൾ ഒഴിവാക്കാനേ പാടില്ല. ഓക്കെ. പിന്നെ 7th ക്വസ്റ്റ്യനും 8th ക്വസ്റ്റ്യനും ഒക്കെ എളുപ്പമാണ്, നിങ്ങൾക്ക് സുഖമായി ചെയ്യാൻ പറ്റും. പിന്നെ 9th 10th ക്വസ്റ്റ്യൻ ഒന്നും ചോദിക്കാനുള്ള സാധ്യതയില്ല. ഓക്കെ. പിന്നെ വരുന്നതാണ് കോർഡിനേറ്റ് ജോമെട്രി. 7th ചാപ്റ്ററായിട്ട് വരുന്ന ഒരു ചാപ്റ്ററാണ് കോർഡിനേറ്റ് ജോമെട്രി. ഓക്കെ. സോ ഈ കോർഡിനേറ്റ് ജോമെട്രിയിൽ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ഏരിയ ഓഫ് എ ട്രയാങ്കിൾ എടുത്ത് കളഞ്ഞിട്ടുണ്ടെന്നാണ്. ഏരിയ ഓഫ് എ ട്രയാങ്കിൾ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, കോർഡിനേറ്റ് ജോമെട്രിയിൽ ഡിസ്റ്റൻസ് ഫോർമുല ഉണ്ട് അല്ലേ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സെഷൻ ഫോർമുലയുണ്ട്. ഡിസ്റ്റൻസ് ഫോർമുല വെച്ചിട്ട് പല ക്വസ്റ്റ്യൻസും ഉണ്ട്. നിങ്ങൾക്ക് എക്സസൈസ് 7.1 ഫസ്റ്റ് എക്സസൈസിൽ അതിനുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇപ്പോൾ ഡിസ്റ്റൻസ് ഫോർമുല സ്ക്വയർ റൂട്ട് ഓഫ് x2 - x1 ഹോൾ സ്ക്വയർ പ്ലസ് y2 - y1 ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ ആ ഡിസ്റ്റൻസ് ഫോർമുല പഠിച്ചതിന് ശേഷം ഈ പ്രോബ്ലംസ് ഒന്ന് ചെയ്ത് നോക്കി നിങ്ങൾക്ക് ഡിസ്റ്റൻസ് ഫോർമുല തരാവും. പിന്നെ സെഷൻ ഫോർമുല, എന്താണ് സെഷൻ ഫോർമുല എന്നുള്ള കാര്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ഒരു ലൈനിൻ്റെ ഈ വെർട്ടെക്സ് തന്നിട്ടുണ്ട്, ഈ വെർട്ടെക്സ് തന്നിട്ടുണ്ട് എന്ന് വിചാരിക്കാം. ഈ ലൈനിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും ഒരു പോയിന്റ് ഞാൻ ഇൻസേർട്ട് ചെയ്യുന്നു. സപ്പോസ് ഇവിടെയാണ് ഞാൻ ആ പോയിന്റ് ഇൻസേർട്ട് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ ആ പോയിന്റ് ഈ ലൈനിനെ 2 പോർഷനാക്കി. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റേഷ്യോയും തന്നിട്ടുണ്ട്, ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റേഷ്യോയും തന്നിട്ടുണ്ട്. ഇവിടുത്തെ വെർട്ടെക്സ് തന്നിട്ടുണ്ട്, ഇവിടുത്തെ വെർട്ടെക്സ് തന്നിട്ടുണ്ട്. ഈ പോയിന്റ് നടുക്കൊണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് എവിടെയുണ്ട്, ആ പോയിന്റ് ഈ മൊത്തം ലൈനിനെ 2 പോർഷൻ ആക്കുന്നു. ആ 2 പോർഷൻ ആക്കിയതിൻ്റെ കറസ്പോണ്ടിങ് റേഷ്യോയും ഗിവൺ ആണെങ്കിൽ ഈ ഇൻസേർട്ട് ചെയ്തിരിക്കുന്ന പോയിന്റിൻ്റെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് സെഷൻ ഫോർമുല. സെഷൻ ഫോർമുല ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സെഷൻ ഫോർമുല വെച്ചിട്ടുള്ള എല്ലാ എക്സാമ്പിളും എല്ലാ എക്സസൈസ് ക്വസ്റ്റ്യനും ചെയ്യണം. എക്സസൈസ് 7.2 is filled with many standard questions. The question number 4, 5, 6, 7, 8, 9, 10. പിന്നെ അതുപോലത്തെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്, നിങ്ങൾ ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് വേറെ വരുന്നത് പിന്നെ അതിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. എക്സാമ്പിൾ 9 is very important. പിന്നെ എക്സസൈസ് 7.2 തന്നെ ക്വസ്റ്റ്യൻ നമ്പർ 5 ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ക്വസ്റ്റ്യൻ നമ്പർ 5 എന്താണ്, ഈസ് ഡിവൈഡഡ് ബൈ ഒരു ക്വസ്റ്റ്യൻ നമ്പർ 5 ഉണ്ട്, വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ നിങ്ങൾക്ക് പിന്നെ വേറെ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം പെട്ടെന്ന് കാണുന്നില്ല ഞാൻ. ഇപ്പം എൻ്റെ ഓർമ്മയിൽ വരുന്ന ഇതാണ്, ഒരു എക്സ് ആക്സിസിൽ ഒരു വെർട്ടിക്സിൽ നിന്നും 2 പോയിന്റ് ഈക്വൽ ഡിസ്റ്റൻസ് ആണെങ്കിൽ ആ വെർട്ടിക്സ് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ വൈ ആക്സിസിൽ ഒരു വെർട്ടിക്സിൽ നിന്നും 2 പോയിന്റ് ഈക്വൽ ഡിസ്റ്റൻസ് ആണെങ്കിൽ വൈ ആക്സിസിൽ ആ പോയിന്റ് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻസ്, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ നല്ലതുപോലെ പ്രാക്ടീസ് ചെയ്യണം. പിന്നെ ഏരിയ ഓഫ് എ ട്രയാങ്കിൾ പോർഷൻ ഒഴിവാക്കിയെങ്കിലും ഏരിയ ഓഫ് എ ട്രയാങ്കിൾ കോൺസെപ്റ്റ് വെച്ചിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് വരും. ഉദാഹരണത്തിന് 3 പോയിന്റ് കൊളീനിയർ ആണെന്ന് പ്രൂവ് ചെയ്യണം. 3 പോയിന്റ് കൊളീനിയർ ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ വളരെ എളുപ്പമുള്ളൊരു ടെക്നിക്കാണ്. എന്താണ്, ആ 3 പോയിന്റ് കൊളീനിയർ ആണെങ്കിൽ ആ 3 പോയിന്റ് വെച്ചിട്ട് ട്രയാങ്കിൾ ഉണ്ടാകുമോ? ഇല്ല. അപ്പം അതായത് 3 പോയിന്റ് കൊളീനിയർ ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ ആ 3 പോയിന്റ് വെച്ചിട്ടുള്ള ട്രയാങ്കിളിൻ്റെ ഏരിയ 0 ആണെന്ന് അസ്യൂം ചെയ്താൽ മതി. അതായത് എന്താ, 3 പോയിന്റ് കൊളീനിയർ ആണെങ്കിൽ ട്രയാങ്കിൾ ഉണ്ടാവില്ല. ട്രയാങ്കിൾ ഉണ്ടായില്ലെങ്കിൽ ഓഫ് കോഴ്സ് ഏരിയ 0 ആയിരിക്കും. അപ്പോൾ 3 പോയിന്റ് കൊളീനിയർ ആണെന്ന് പ്രൂവ് ചെയ്യാൻ ഏരിയ ഓഫ് ട്രയാങ്കിൾ ഫോംഡ് ബൈ ദാറ്റ് 3 points ഈക്വൽ ടു 0 എന്നുള്ള കണ്ടീഷൻ ഈക്വേറ്റ് ചെയ്താൽ കൊളീനിയറിറ്റി കണ്ടീഷൻ വെച്ചിട്ടുള്ള പ്രോബ്ലംസിനൊക്കെ ഉത്തരം കിട്ടും. അതായത് ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യുന്നു, 3 പോയിന്റ്സ് കൊളീനിയർ ആണെന്ന് പ്രൂവ് ചെയ്യാൻ, അല്ലെങ്കിൽ 3 പോയിന്റ്സ് കൊളീനിയർ ആണെന്ന് പ്രൂവ് ചെയ്യാൻ ഇത്രമാത്രം നിങ്ങൾ ചെയ്താൽ മതി. ആ 3 പോയിന്റ്സ് വെച്ചിട്ടുള്ള ട്രയാങ്കിളിൻ്റെ ഏരിയ ഈ ഫോർമുല വെച്ചിട്ട്, ഏരിയ ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എന്താണ് ഫോർമുല, ഹാഫ് ഇൻറ്റു x1 ഇൻറ്റു y2 - y3, ആ ഫോർമുല വെച്ചിട്ട് ഈക്വൽ ടു ആ ഫോർമുല വെച്ചിട്ട് അതിൻ്റെ ഏരിയ കണ്ടുപിടിച്ചാൽ 0 കിട്ടും. അങ്ങനെ 0 കിട്ടിയാൽ 3 പോയിന്റ് കൊളീനിയർ ആണെന്ന് പ്രൂവ് ചെയ്യാം. പിന്നെ കൊളീനിയറിറ്റി വെച്ച് ചോദിക്കുന്ന പ്രോബ്ലത്തിനൊക്കെ ഈ ഏരിയൻ്റെ ഫോർമുല ഈക്വൽ ടു 0 കൊടുത്തിട്ട് നിങ്ങൾക്ക് ചെയ്യാം. കൂടുതൽ ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാം. അതായത് 3 പോയിന്റ് കൊളീനിയർ ആണെന്നുള്ള രീതിയിൽ ബേസ് ചെയ്തിട്ട് ചിലപ്പോൾ ഫൈൻഡ് ദ വാല്യൂ ഓഫ് k എന്നൊക്കെ ചോദിക്കും. അതുകൂട്ട് ടൈപ്പ് ക്വസ്റ്റ്യൻ ഉണ്ട്, നിങ്ങൾ സെർച്ച് ചെയ്താൽ മനസ്സിലാവും. അപ്പം ആ ടൈപ്പ് ക്വസ്റ്റ്യൻസിലൊക്കെ നിങ്ങൾക്ക് എന്താണ് പറയുക, ഈ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ ഫോംഡ് ബൈ ദ ഗിവൺ 3 പോയിന്റ്സ് ഈസ് ഈക്വൽ ടു 0 കൊടുത്തു കഴിഞ്ഞാൽ കെൻ്റെ വാല്യൂ കിട്ടും. എക്സസൈസ് 7.3 സെക്കൻഡ് ക്വസ്റ്റ്യൻ, അതാണ് എൻ്റെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ. ഓക്കെ, എക്സസൈസ് 7.3 അങ്ങ് പ്രാക്ടീസ് ചെയ്തോളൂ. പിന്നെ ഓപ്ഷണൽ ക്വസ്റ്റ്യൻസ് സാധാരണഗതിയിൽ ഓപ്ഷണൽ ക്വസ്റ്റ്യൻസ് ചെയ്ത് കൊടുക്കാറില്ല. കാരണം അത്രയും ഇമ്പോർട്ടൻ്റ് ഉള്ള ഓപ്ഷണൽ ക്വസ്റ്റ്യൻസ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല. എനിക്കറിയത്തില്ല, എനിക്ക് അത്ര എക്സ്പീരിയൻസ് ഒന്നുമില്ല.
ഓക്കെ. ദെൻ ഇൻട്രൊഡക്ഷൻ ടു ട്രിഗ്നോമെട്രിയിൽ നമുക്ക് പറയാൻ പറ്റുന്നത്, സോറി അതിന് മുമ്പ് ഒരു കൺസ്ട്രക്ഷൻ, ഓക്കെ. സോ ഇൻട്രൊഡക്ഷൻ ടു ട്രിഗ്നോമെട്രിയിൽ ഇവർ പറയുന്നത്, ഇൻട്രൊഡക്ഷൻ ടു ട്രിഗ്നോമെട്രിയിലും ആപ്ലിക്കേഷൻ ട്രിഗ്നോമെട്രിയിൽ ഒന്നും ഒഴിവാക്കിയിട്ടില്ല. ഇൻട്രൊഡക്ഷൻ ഓഫ് ട്രിഗ്നോമെട്രിയിൽ മോട്ടിവേറ്റ് ദ റേഷ്യോസ് വിച്ച് വർ ഓക്കെ. ഇൻട്രൊഡക്ഷൻ ടു ട്രിഗ്നോമെട്രിക് റേഷ്യോസ് ഓഫ് കോംപ്ലിമെൻ്ററി ആംഗിൾസ് ഒഴിവാക്കിയെന്നൊക്കെ പറയുന്നു. പക്ഷേ ഞാൻ പ്രിഫർ ചെയ്യുന്നു ഒന്നും ഒഴിവാക്കണ്ട. കാരണം കോംപ്ലിമെൻ്ററി ആംഗിൾസ് മാത്രം ഒഴിവാക്കിയിട്ട് നമുക്കൊരു പ്രയോജനമില്ല. അതായത് ബാക്കിയൊക്കെ നിങ്ങൾ എല്ലാം പഠിച്ചോളൂ. നിങ്ങൾ കോംപ്ലിമെൻ്ററി ആംഗിൾസ് ഇൻക്ലൂഡ് ചെയ്തിട്ട് എല്ലാം പഠിച്ചു. കോംപ്ലിമെൻ്ററി ആംഗിൾസിൻ്റെ പ്രോബ്ലംസ് ഒക്കെ വളരെ സിമ്പിളാണ്. പിന്നെ അതിൽ ഒരുപാട് ഐഡൻറ്റിറ്റി ഉണ്ട്. സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ 1, 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ സീ സ്ക്വയർ തീറ്റ, 1 പ്ലസ് കോട്ട് സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ കോസി സ്ക്വയർ തീറ്റ. ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ പിന്നെ സൈൻ എ ബൈ കോസ് ഈസ് ഈക്വൽ ടാൻ എ, 1 ബൈ കോസ് ഈസ് ഈക്വൽ സി കെ, 1 ബൈ ടാൻ ഈസ് ഈക്വൽ കോട്ട്. ദാറ്റ് കൈൻഡ് ഓഫ് മെനി റിലേഷൻസ് ആണ്. പിന്നെ ഒരു സൈഡ് തന്നിട്ട് ഒരു സൈഡും ഒരു ആംഗിളും തന്നിട്ട് ബാക്കി സൈഡുകൾ കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻസ്. എക്സസൈസ് 8.1 എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഒരു റേഷ്യോൻ്റെ വാല്യൂ തന്നിട്ട് ബാക്കിയുള്ള റേഷ്യൂസ്, സപ്പോസ് സൈൻ ഈസ് ഗിവൺ ഫൈൻഡ് ഓൾ അതർ റേഷ്യൂസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസ്. പിന്നെ ടേബിൾ, ആ ടേബിളിലുള്ള എല്ലാ വാല്യൂസും ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകാം, ഒരുപാട് സമയമായി. എക്സസൈസ് 8.2 ഒരു ക്വസ്റ്റ്യൻ വീടാണ് നിങ്ങൾ ചെയ്യണം. പിന്നെ എക്സസൈസ് 8, പിന്നെ എക്സാമ്പിൾ ക്വസ്റ്റ്യനിൽ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ഉള്ള എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് ഉണ്ട്. എല്ലാ എക്സാമ്പിൾ ക്വസ്റ്റ്യൻസും നിങ്ങൾ സോൾവ് ചെയ്തേ പറ്റുള്ളൂ. എക്സസൈസ് 8.3 കംപ്ലീറ്റ് സോൾവ് ചെയ്യുക. ട്രിഗ്നോമെട്രിക് ഐഡൻറ്റിറ്റീസ് ബേസ്ഡ് ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും എസ്പെഷ്യലി എക്സാമ്പിൾ 15 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്, അതിന് എത്രയും ഹൈലൈറ്റ് കൊടുത്തിട്ട് അങ്ങനെ സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ സോൾവ് ചെയ്യുക. ഈ വരും വീഡിയോസിലൊക്കെ ഒരു ട്രിഗ്നോമെട്രീൻ്റെ ഒക്കെ ആപ്ലിക്കേഷൻ ട്രിഗ്നോമെട്രിയിലൊക്കെ കൂടുതൽ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ സോൾവ് ചെയ്യും. 100% ഉറപ്പാണ്. കാരണം ഒരുപാട് സോൾവ് ചെയ്യണം. സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട് ഒരുപാട്. ടെക്സ്റ്റ് ബുക്കിനേക്കാൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. എക്സസൈസ് 8.4 കംപ്ലീറ്റ് സോൾവ് ചെയ്യുന്ന ഒരു കുട്ടിക്ക് ഇൻട്രൊഡക്ഷൻ ടു ട്രിഗ്നോമെട്രി മൊത്തം മനസ്സിലായി എന്ന് എനിക്ക് പറയാൻ പറ്റും. എക്സസൈസ് 8.4 കംപ്ലീറ്റ് സോൾവ് ചെയ്യുന്ന ഒരു കുട്ടിക്ക് ഇൻട്രൊഡക്ഷൻ ടു ട്രിഗ്നോമെട്രി മനസ്സിലായെന്നാണ് അർത്ഥം. ആപ്ലിക്കേഷൻ ഓഫ് ട്രിഗ്നോമെട്രിനെ പറ്റി പറയുകയാണെങ്കിൽ ഒന്നും ഡിലീറ്റ് ചെയ്തിട്ടില്ല. ആപ്ലിക്കേഷൻ ഓഫ് ട്രിഗ്നോമെട്രി എന്ന് പറഞ്ഞാൽ പല കുട്ടികൾക്കും ഒരു പൂ പറിക്കുന്ന ലാഘവത്തോടെ പഠിക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ്. അത്ര എളുപ്പമാണ്. ഫിഗർ വരയ്ക്കുക, ടാൻ അപ്ലൈ ചെയ്യുക, ഇൻ മോസ്റ്റ് പ്രോബ്ലം അല്ലേ. ഫിഗർ വരയ്ക്കുക, ടാൻ അപ്ലൈ ചെയ്യുക. പക്ഷേ അതിൽ തന്നെ ഫിഗർ വരയ്ക്കുന്നതിൽ കുറച്ച് ബുദ്ധിമുട്ട് പല കുട്ടികൾക്കും വരുന്നത് ആംഗിൾ ഓഫ് ഡിപ്രഷൻ വരുന്ന ഫിഗറിലാണ്. ഒരു കവുങ്ങിൻ്റെ മേലെ പോയി നിന്നിട്ട് ഒരുത്തൻ താഴെയുള്ള ഷിപ്പിനെ കാണുന്നു അല്ലേ. ഒരു കവുങ്ങിൻ്റെ മുകളിൽ നിന്ന് ഒരുത്തൻ താഴെയുള്ള ഷിപ്പിനെ കാണുന്നു. അപ്പോൾ നമ്മൾ മുകളിലാണ് ആംഗിൾ വരയ്ക്കുക. അതിനെ നമ്മൾ ആൾട്ടർനേറ്റീവ് ഇൻറ്റീരിയർ ആംഗിൾസ് പ്രോപ്പർട്ടി ഉപയോഗിച്ച് താഴോട്ട് മാർക്ക് ചെയ്തിട്ടൊക്കെയാണ് ക്വസ്റ്റ്യൻസ് ചെയ്യുക. ക്വസ്റ്റ്യൻസ് ചെയ്ത കുട്ടികൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. എക്സസൈസ് 9.1 ഫുൾ ക്വസ്റ്റ്യൻസും ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ വിടാണ്ട് എക്സസൈസ് 9.1 ചെയ്തോളാം. ഒരു ക്വസ്റ്റ്യൻസ് പോലും അതിൽ ലീവ് ചെയ്യാനില്ല. അത്ര ഇമ്പോർട്ടൻ്റ് ആണ് ആപ്ലിക്കേഷൻ ഓഫ് ട്രിഗ്നോമെട്രി. 4 മാർക്ക് 5 മാർക്ക് ക്വസ്റ്റ്യൻസിന് 5 മാർക്ക് ക്വസ്റ്റ്യൻസിന് വേണ്ടി CBSE ചൂസ് ചെയ്തിരിക്കുന്ന ഒരു ചാപ്റ്ററാണ് ആപ്ലിക്കേഷൻ ഓഫ് ട്രിഗ്നോമെട്രി. ഓക്കെ, 1 മിനിറ്റ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കും. ഇനി നമ്മൾ അടുത്ത് പോകുന്നത് സർക്കിൾസിലോട്ടാണ്. ഓക്കെ, ഒരു ചാപ്റ്റർ നമ്മൾ വിട്ടുപോയിട്ടില്ല എന്ന് വിചാരിക്കുന്നു. സർക്കിൾസിൽ ഒരു ഡിലീഷനും ഇല്ല എന്ന് വളരെ വൃത്തിയായിട്ട് എഴുതിയിട്ടുണ്ട്. നോ ഡിലീഷൻ. സർക്കിൾസിലൊന്നും ഡിലീറ്റ് ചെയ്തിട്ടില്ല. സർക്കിൾസിൽ ഡിലീറ്റ് ചെയ്യാൻ ഒന്നുമില്ല. അതുകൊണ്ടാണ്. കാരണം വളരെ ചെറിയ ചാപ്റ്ററാണ് സർക്കിൾസ്. സർക്കിൾസിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറം നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ബൈ ഹാർട്ട് ചെയ്തോളാം. കാരണം ഞാൻ ബൈ ഹാർട്ടിങ്ങിന് ഒരു മീൻസ് ബൈ ഹാർട്ടിങ്ങിന് ഒരു പ്രൊമോട്ട് ചെയ്യാത്തൊരു ആളാണ് ഞാൻ. ആരും ഒരു ടീച്ചറും പ്രൊമോട്ട് ചെയ്യാറില്ല. കാരണം മാത്സിൽ നമ്മൾ ഒട്ടും. പക്ഷേ നമ്മൾ നിവർത്തിയില്ലെങ്കിൽ തിയറം 10.1 ബൈ ഹാർട്ട് ചെയ്തോളാം. ദ ടാൻജൻറ്റ് സെറ്റ് ഇനി പോയിന്റ് ഓഫ് എ സർക്കിൾ ഈസ് ആ തിയറം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഓക്കെ, ആ തിയറം ഞാൻ പെട്ടെന്ന് പറയാൻ മറന്നുപോയതാണ്. ദ ടാൻജൻറ്റ് അറ്റ് എനി പോയിന്റ് ഓഫ് എ സർക്കിൾ ഈസ് പെർപെൻഡിക്കുലർ ടു ദ റേഡിയസ് ത്രൂ ദ പോയിന്റ് ഓഫ് കോൺടാക്ട്. ചോദിച്ച് കണ്ടിട്ടില്ല, പക്ഷേ അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ലെങ്ത് ഓഫ് ടാൻജൻസ് ഡ്രോൺ ഫ്രം ആൻ എക്സ്റ്റേണൽ പോയിന്റ് ടു ദ സർക്കിൾ ആർ ഈക്വൽ. ഷുവർ ചോദിക്കാനുള്ള സാധ്യത 100%. ചോദിക്കും. വളരെ എളുപ്പമാണ്. RHS റൂൾ വെച്ചിട്ടോ പൈതഗോറസ് തിയറം വെച്ചിട്ടോ സിമ്പിളായിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. പിന്നെ നിങ്ങൾക്ക് എക്സാമ്പിൾ 2 ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. എക്സാമ്പിൾ 3 ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. എക്സസൈസ് 10.2 വളരെ സിമ്പിളായിട്ടുള്ള എക്സസൈസാണ്. എക്സസൈസ് 10.2 എക്സസൈസ് 10.2 പക്ഷേ വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 5, ക്വസ്റ്റ്യൻ നമ്പർ 4, ക്വസ്റ്റ്യൻ നമ്പർ 8. പിന്നെ എന്ന് വെച്ചാൽ ഇത് മാത്രമല്ല, ഞാൻ പെട്ടെന്ന് ഹൈലൈറ്റ് ചെയ്ത് പറയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 10, ക്വസ്റ്റ്യൻ നമ്പർ 11, ക്വസ്റ്റ്യൻ നമ്പർ 12, ക്വസ്റ്റ്യൻ നമ്പർ 13. ഒരു ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞല്ലോ. എനിക്ക് ഇമ്പോർട്ടൻ്റ് എന്ന് പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് ജസ്റ്റ് നിങ്ങൾ എൻ്റെ കൂടെ നിന്ന് കേൾക്കുവാണെങ്കിൽ അറ്റ്ലീസ്റ്റ്
നിങ്ങൾക്ക് ഇതൊക്കെ ഞാൻ പഠിച്ചല്ലോ എന്നുള്ളൊരു കോൺഫിഡൻസ് എങ്കിലും കിട്ടുമല്ലോ. അല്ലെങ്കിൽ പഠിക്കാത്ത കുട്ടികൾക്ക് പഠിച്ചില്ലല്ലോ ഒന്നും പഠിച്ചില്ലല്ലോ എന്നുള്ളൊരു കോൺഫിഡൻസ് ഇല്ലായ്മയിലോട്ടും ചിലപ്പോൾ എത്താം. ഓക്കെ, അടുത്ത് വരുന്നത് കൺസ്ട്രക്ഷനാണ്. കൺസ്ട്രക്ഷനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കൺസ്ട്രക്ഷൻ ഓഫ് എ ട്രയാങ്കിൾ സിമിലർ ടു ഗിവൺ ട്രയാങ്കിൾ, ആ കൺസ്ട്രക്ഷൻ മാത്രമാണ് ഒഴിവാക്കിയിരിക്കുന്നത്. കൺസ്ട്രക്ഷൻ ഓഫ് ട്രയാങ്കിൾ സിമിലർ ടു ഗിവൺ ട്രയാങ്കിൾ, ഓക്കെ, ആ ടൈപ്പ് ഓഫ് കൺസ്ട്രക്ഷൻ ആണ് ഒഴിവാക്കിയിട്ടുള്ളൂ. ബാക്കി സർക്കിൾസ്, ടാൻജൻസ് ബേസ്ഡ് ആയിട്ടുള്ള എല്ലാ കൺസ്ട്രക്ഷനും അവിടെ ഉണ്ട്. ഞാൻ പറയുന്നു, ഒരു കുട്ടിക്ക് മാത്സിന് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു കുട്ടീനെ സംബന്ധിച്ച് ടീച്ചേഴ്സ് എപ്പോഴും പ്രിഫർ ചെയ്യുന്ന 3 ചാപ്റ്റേഴ്സിൽ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കൺസ്ട്രക്ഷനും പ്രോബബിലിറ്റിയും സ്റ്റാറ്റിസ്റ്റിക്സുമാണ്. കൺസ്ട്രക്ഷൻ അത്ര എളുപ്പമാണ്. ഈ പ്രാവശ്യം ട്രയാങ്കിൾസ് എന്നുള്ള കൺസ്ട്രക്ഷൻ ഇല്ല. ടാൻജൻറ്റും സർക്കിൾ എന്നുള്ള രീതിയിലൂടെ ഒരു ചുരുക്കി, വളരെ ഇമ്പോർട്ടൻ്റ്, വളരെ നല്ലൊരു തീരുമാനമാണ്. ട്രയാങ്കിൾസ് വരയ്ക്കാൻ എളുപ്പമാണെങ്കിലും ബോറിംഗ് ആയിരുന്നു ആ സെഷൻ. പക്ഷേ ടാൻജൻസും സർക്കിൾസും നല്ല എളുപ്പമാണ്. അതിൽ ടാൻജൻസും സർക്കിൾസും ചോദിക്കുമ്പോൾ തന്നെ 5 മാർക്കിലൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ വെരിഫിക്കേഷൻ നിങ്ങൾ എഴുതാൻ മറക്കില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ 12th ചാപ്റ്ററാണ് നമുക്ക് ഏരിയാസ് റിലേറ്റഡ് ടു സർക്കിൾസിലോട്ട് വരുന്നത്. സോ ഏരിയാസ് റിലേറ്റഡ് ടു സർക്കിൾസിനെ പറ്റി പറയുകയാണെങ്കിൽ പ്രോബ്ലംസ് ഓൺ സെൻട്രൽ ആംഗിൾ ഓഫ് 120 ഡിഗ്രി സെൻട്രൽ ആംഗിൾ ആയിട്ടുള്ള പ്രോബ്ലംസ് ഒഴിവാക്കി എന്നാണ് പറയുന്നത്. അതായത് നിങ്ങൾക്ക് 60 ഡിഗ്രിയോ അല്ലെങ്കിൽ അങ്ങനത്തെ 120 ഡിഗ്രീനേക്കാൾ താഴെയുള്ള ആംഗിൾസ് ലൈക്ക് 60 30 45 90 അങ്ങനത്തെ സെൻട്രൽ ആംഗിളൊക്കെ വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ചെയ്യുള്ളൂ. പിന്നെ ആ ഏരിയാസ് റിലേറ്റഡ് ടു സർക്കിൾസ് എന്ന് പറയുമ്പോൾ നമുക്ക് വാദോരാതെ പറയാനുള്ളൊരു ചാപ്റ്ററാണ്. പക്ഷേ ലിമിറ്റേഷൻ ഉള്ളതുകൊണ്ട് ഞാൻ അതിലോട്ട് കടക്കുന്നില്ല. മെയിനായിട്ട് 2 ഫോർമുലയേ ഉള്ളൂ. മെയിനായിട്ട് 4 ഫോർമുല. ഏരിയ ഓഫ് എ സർക്കിൾ ഈസ് ഈക്വൽ ടു πr സ്ക്വയർ, പെരിമീറ്റർ ഓഫ് എ സർക്കിൾ ഈസ് ഈക്വൽ ടു 2πr ആൻഡ് ഏരിയ ഓഫ് എ സെക്ടർ ഈസ് ഈക്വൽ ടു πr സ്ക്വയർ തീറ്റ πr സ്ക്വയർ തീറ്റ ബൈ 360 യെസ്. ആൻഡ് ലെങ്ത് ഓഫ് ആർക്ക് is equal to 2πr theta by 360. അങ്ങനത്തെ കുറച്ച് ഫോർമുലാസേ ഉള്ളൂ. ഇതിൽ നിങ്ങൾക്ക് ഫോർമുലാസ് നോക്കിയാൽ മനസ്സിലാവും. പക്ഷേ ഈ ചാപ്റ്ററിൽ അത്ര ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഏതാണ് ഇമ്പോർട്ടൻ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ പേജ് മറിച്ച് നോക്കിയാൽ എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഇനി ഏതാണ് ഇമ്പോർട്ടൻറ്റ് ഞങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത് എന്ന് എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും എക്സാമ്പിൾ 2, എക്സാമ്പിൾ 3, അതിനുശേഷം എക്സസൈസ് 12.2 8th ക്വസ്റ്റ്യൻ, 7th ക്വസ്റ്റ്യൻ, 9th ക്വസ്റ്റ്യൻ, 13th ക്വസ്റ്റ്യൻ. പിന്നെ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും എക്സാമ്പിൾ 5 എന്ന് ഞാൻ നിർബന്ധമായി പറയും. എക്സാമ്പിൾ 6 ഞാൻ പറയാതിരിക്കില്ല, അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ എക്സസൈസ് 12.3 എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ സോൾവ് ചെയ്യണം. എളുപ്പമാണ്. നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടുവാണെങ്കിൽ ക്വസ്റ്റ്യൻ നമ്പർ 11, ക്വസ്റ്റ്യൻ നമ്പർ 13 ഒക്കെ നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. എസ്പെഷ്യലി ക്വസ്റ്റ്യൻ നമ്പർ 16. എല്ലാ ക്വസ്റ്റ്യനും നിങ്ങളൊന്ന് സോൾവ് ചെയ്യുന്നത് നന്നായിരിക്കും, ചെയ്തേ പറ്റുള്ളൂ. സർഫസ് ഏരിയ ആൻഡ് വോളിയൂംസ് ആണ് നമ്മുടെ അടുത്ത ചാപ്റ്റർ. സർഫസ് ഏരിയ ആൻഡ് വോളിയൂംസ് അപ്പോൾ ഞാൻ ഏരിയസ് റിലേറ്റഡ് സർക്കിൾസ് അത്ര ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ്. ഷെയ്ഡ് ചെയ്തിരിക്കുന്ന പോർഷൻ്റെ ഏരിയ കണ്ടുപിടിക്കുക എന്നുള്ള രീതിയിൽ പല ക്വസ്റ്റ്യൻസും ചോദിക്കും. പിന്നെ വരുന്നത് നമുക്ക് സർഫസ് ഏരിയ ആൻഡ് വോളിയൂംസ് ആണ്. സർഫസ് ഏരിയ ആൻഡ് വോളിയൂംസിലോട്ട് വരുമ്പോൾ നമുക്ക് മെയിനായിട്ട് അതിൽ ഒഴിവാക്കിയിരിക്കുന്ന ഫ്രസ്റ്റം ഓഫ് എ കോണാണ്. ഫ്രസ്റ്റം ഓഫ് എ കോൺ എന്ന് വെച്ചാൽ ലാസ്റ്റ് പോർഷനാണ്. ബാക്കിയെല്ലാം അതിലുണ്ട്. ലൈക്ക് ഒരു സിലിണ്ടറിൻ്റെ കേവ്ഡ് സർഫസ് ഏരിയ 2πrh, ടോട്ടൽ സർഫസ് ഏരിയ 2πr × r + h, വോളിയം ഈസ് ഈക്വൽ ടു πr²h. പിന്നെ സ്ഫിയറിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ അഥവാ കേവ്ഡ് സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ 4πr². യെസ്, ഇറ്റ്സ് വോളിയം ഈസ് 4/3πr³. ഇനി ഹെമിസ്ഫിയർ ആണെങ്കിൽ അതിനനുസരിച്ചുള്ള ഫോർമുലാസ് ഞാനെല്ലാം പറയുന്നില്ല. കോണാണെങ്കിൽ കേവ്ഡ് സർഫസ് ഏരിയ πrl, വോളിയം 1/3πr²h. പിന്നെ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ LHR, L² = r² + h². പിന്നെ അതുപോലെ തന്നെ പിന്നെ ഏതാണ് ക്യൂബോയിഡിനൊക്കെ ഫോർമുലാസ് ഉണ്ട്. ഒരുപാട് ഫോർമുലാസ് ഉണ്ട്. ആ ഫോർമുലാസ് മൊത്തം ബൈഹാർട്ട് ചെയ്യുക. എത്രയോ ഫോർമുലാസ് ഉണ്ട്. മൊത്തം ബൈഹാർട്ട് ചെയ്യുക, പ്രോബ്ലംസ് ചെയ്യുക. ഇതിലെല്ലാ എക്സസൈസും ചെയ്യണം. ഒരുപാട് എക്സസൈസ് ഒന്നുമില്ല. നമ്മളെല്ലാ എക്സസൈസും എക്സാമ്പിളും ഈ ചാനലിൽ തന്നെ കിടപ്പുണ്ട്. ഓക്കെ, അപ്പം ഈ ചാനലിൽ തന്നെ ഞാൻ ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അതിലോട്ട് കൂടുതൽ പോകുന്നില്ല. എല്ലാ എക്സസൈസും എല്ലാ എക്സാമ്പിളും ചെയ്ത് നോക്കുക എന്ന് തന്നെയാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ, ഇനി നിങ്ങൾക്ക് മാത്സിന് സ്ട്രഗിൾ ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് ഫോർമുലാസ് ബൈഹാർട്ട് പഠിച്ചിട്ട് ആ ഫോർമുലാസ് ഏതൊക്കെ സിറ്റുവേഷൻസിൽ അപ്ലൈ ചെയ്യും എന്നും കൂടെ ഒന്ന് പഠിച്ചു വെക്കുക. അറ്റ്ലീസ്റ്റ് അതെങ്കിലും. ഉദാഹരണത്തിന് സിലിണ്ടറിൻ്റെ വോളിയത്തിൻ്റെ ഫോർമുല നിങ്ങൾ പഠിച്ചു πr²h. അതെവിടെ അപ്ലൈ ചെയ്യും എന്ന് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അതുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ നിങ്ങൾ എങ്ങനെ പഠിക്കും? ഒരു സിലിണ്ടർ ആകൃതിയിലുള്ള ഒരു വാട്ടർ ബോട്ടിൽ അമ്മ രാവിലെ വെള്ളം ഒഴിച്ചു തരുവാണ്. അപ്പം അവിടെ വോളിയം കോൺസെപ്റ്റാണ് വന്നത്. ആ കേസുകളിൽ എനിക്ക് വോളിയം ഓഫ് സിലിണ്ടർ πr² അപ്ലൈ ചെയ്യാം. അങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കുക. അങ്ങനെയാണ് നിങ്ങൾ ഓരോ ഫോർമുലയും ഏത് കേസിലും പഠിക്കേണ്ടത്. സെഷൻ ഫോർമുല x, y is equal to m1x2 plus m2x1 divided by m1 plus m2, m1y2 plus m2y1 divided by m1 plus m2. ഓക്കെ, കഴിഞ്ഞു.
കഴിഞ്ഞോ? എവിടെ കഴിയാൻ? ഒന്നും കഴിഞ്ഞില്ല. നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടാവും, പക്ഷേ ഒരിക്കലും അത് കഴിയില്ല. കാരണം സെഷൻ ഫോർമുല എന്താണെന്ന് മനസ്സിലാക്കി, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, അങ്ങനെ പഠിക്കണം. ഏത് സിറ്റുവേഷനിലാണ് ഒരു ഫോർമുല അപ്ലൈ ചെയ്യുക, സിറ്റുവേഷൻ ഫോർമുല വിത്ത് സിറ്റുവേഷനാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഉദാഹരണത്തിന് ഒരു സിലിണ്ടറിൻ്റെ കേവ്ഡ് സർഫസ് ഏരിയ, സ്ഫിയറിൻ്റെ സർഫസ് ഏരിയ നിങ്ങൾ പഠിച്ചു 4πr². എവിടെ നിങ്ങൾ അപ്ലൈ ചെയ്യും? ഇങ്ങനെയാണ് നിങ്ങൾ പഠിക്കുന്നത്. സ്ഫിയറിൻ്റെ സർഫസ് ഏരിയ ഈക്വൽ 4πr². അതെനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന സാഹചര്യങ്ങൾ എന്ന് പറയുന്നത്, സ്ഫിയറിൻ്റെ ചുറ്റും പെയിൻ്റ് അടിക്കുന്നു, ഒരു ഫുട്ബോളിന് ചുറ്റും പെയിൻ്റ് അടിക്കുന്നു, ആ സാഹചര്യത്തിൽ എനിക്ക് അപ്ലൈ ചെയ്യാം. ഇനി ഞാൻ ഒരു സിലിണ്ടർ ഉരുക്കി സ്ഫിയർ ആക്കുവാണ്, അവിടെ ഏത് കോൺസെപ്റ്റാണ് അപ്ലൈ ചെയ്യുക? വോളിയം എന്നുള്ള കോൺസെപ്റ്റ്. ആദ്യത്തെ കേസിലെ വോളിയം, രണ്ടാമത്തെ കേസിലെ വോളിയം സെയിം ആയിരിക്കും. കാരണം കൺവേഷനിൽ വോളിയം റിമെയിൻ സെയിം. അങ്ങനെ കോൺസെപ്റ്റാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഓക്കെ, അപ്പം ഒരുപാട് എക്സസൈസും ഒരുപാട് എക്സാമ്പിളും ഉള്ള ചാപ്റ്ററാണിത്. ആകെ നിങ്ങൾക്ക് ഫ്രസ്റ്റം മാത്രമേ ഒഴിവാക്കുക, ബാക്കി എല്ലാം പഠിക്കണം. അത്രയും ഇമ്പോർട്ടൻസും അത്രയും വെയിറ്റേജും ഉണ്ട്. പിന്നെ നിങ്ങൾ വരുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോബബിലിറ്റിയാണ്. അത് രണ്ടും ഞാൻ ഒരുമിച്ച് പറയുന്നു. സ്റ്റാറ്റിസ്റ്റിക്സിൽ നിങ്ങൾക്കറിയാം മീൻ മീഡിയൻ മോഡ് കണ്ടുപിടിക്കാൻ അറിഞ്ഞിരിക്കണം. അതിൽ പിന്നെ സ്റ്റാറ്റിസ്റ്റിക്സിൽ ഞാൻ പറഞ്ഞു, മാത്സിന് സ്ട്രഗിൾ ചെയ്യുന്ന കുട്ടികൾക്ക് ഏറ്റവും കൂടുതലായിട്ട് ഞങ്ങൾ ടീച്ചേഴ്സ് റെഫർ ചെയ്യാൻ പറയുന്ന ചാപ്റ്റേഴ്സാണ് കൺസ്ട്രക്ഷൻ, സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോബബിലിറ്റി. കാരണം അത്ര എളുപ്പമുള്ള ചാപ്റ്ററാണ്. സ്റ്റാറ്റിസ്റ്റിക്സിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മീൻ മീഡിയൻ മോഡ് ഉണ്ട്. മീനിൻ്റെ ഫോർമുല സമ്മേഷൻ എഫ് ഐ എക്സ് ഐ ഡിവൈഡ് ബൈ സമ്മേഷൻ എഫ് ഐ. മീൻ മോഡിൻ്റെ ഒരു ഫോർമുല ഉണ്ട്, മീഡിയൻ ഒരു ഫോർമുല ഉണ്ട്. ആ ഫോർമുലാസ് ഒക്കെ നന്നായി ഗ്രാസ്പ് ചെയ്യുക. അത് ടേബിൾ വരച്ചത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് നിങ്ങൾ പഠിക്കണം. മീൻ മീഡിയൻ മോഡ് വെരി ഇമ്പോർട്ടൻറ്റ്. 5 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം, 100% ഉറപ്പാണ്. പിന്നെ നിങ്ങൾക്ക് കാരണം മീൻ മീഡിയൻ മോഡൊക്കെ പഠിച്ചിട്ട് പോകണം, നിർബന്ധമാണ്. അതിലെന്തായാലും ക്വസ്റ്റ്യൻ വരും. പിന്നെ A1 ലക്ഷ്യം വെക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ മീൻ മീഡിയൻ മോഡിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ പോലും നിങ്ങൾ അറ്റൻഡ് ചെയ്യാതിരിക്കരുത്. കാരണം അവിടെയൊക്കെ നിങ്ങൾക്ക് A1 പോകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ എനിക്ക് നിങ്ങൾക്ക് അതിലോട് ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, മിസ്ഡ് ഫ്രീക്വൻസി ക്വസ്റ്റ്യൻസ് ചോദിക്കും. അതായത് ഫ്രീക്വൻസി മിസ് ചെയ്തിട്ട് ഒരു ടേബിൾ തരും, അതിൽ എല്ലാ എക്സൈസും എക്സൈ ഇല്ലേ, ആദ്യത്തെ കോളം XI എന്ന് പറഞ്ഞിട്ട് ഓരോ X വാല്യൂസും തരും. പിന്നെ അതിൻ്റെ ഫ്രീക്വൻസി, ആ ഫ്രീക്വൻസി തരുമ്പോൾ 1 2 ഫ്രീക്വൻസി തരില്ല, അതിന് പറയും XY അല്ലെങ്കിൽ F1 F2 എന്നൊക്കെ തരും. എന്നിട്ട് കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് F1 F2. എക്സാമ്പിളിലുണ്ട് ആ ക്വസ്റ്റ്യൻസ്, എക്സാമ്പിളിൽ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഞാൻ വേണമെങ്കിൽ ഒന്ന് നോക്കട്ടെ, ജസ്റ്റ് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഞാൻ പറഞ്ഞതിനെ പറ്റി ഐഡിയ കിട്ടാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് എക്സാമ്പിൾ 8. ദ മീഡിയൻ ഓഫ് ദ ഫോളോയിങ് ഡിസ്ട്രിബ്യൂഷൻ ഈസ് ഗിവൺ. മീഡിയൻ ഗിവൺ ആണ്, ഫൈൻഡ് ദ വാല്യൂ ഓഫ് X ആൻഡ് Y. അതായത് എക്സും വൈയും ഫ്രീക്വൻസിൻ്റെ കോളത്തിലാണ് വന്നത്, എക്സും വൈയും മിസ് ചെയ്ത് തന്നിരിക്കുന്നു, മീഡിയൻ തന്നിട്ടുണ്ട്. അങ്ങനത്തെ ക്വസ്റ്റ്യൻ മക്കൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ മീഡിയൻ ആയിരിക്കും തരിക, ചിലപ്പോൾ മീനായിട്ട് ആയിരിക്കും തരിക. അങ്ങനത്തെ ക്വസ്റ്റ്യനൊക്കെ വളരെ മീൻ തരും, എന്നിട്ട് ഇങ്ങനെ ഫ്രീക്വൻസി മിസ് ചെയ്ത് തരും. ചിലപ്പോൾ മീഡിയൻ തരും, എന്നിട്ട് ഫ്രീക്വൻസി മിസ് ചെയ്ത് തരും. അപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം അതിൽ നമുക്കൊന്നും ഡിലീറ്റ് ചെയ്യാനില്ല. പിന്നെ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാൻ ജസ്റ്റ് ഒന്ന് ഞാൻ റെഫർ ചെയ്യട്ടെ, എൻ്റെ അടുത്ത് ആ സിലബസും ഉണ്ട്. അപ്പം ഈ വീഡിയോ കാണുന്ന ഓരോ കുട്ടിക്കും എനിക്ക് തോന്നുന്നു എന്ത് പഠിക്കണം എന്നുള്ളത് പ്രോപ്പറായിട്ട് ഐഡിയ കിട്ടും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ സ്റ്റാറ്റിസ്റ്റിക്സിൽ സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ്, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഗ്രാഫും ഇത് രണ്ടുമാണ് ഒഴിവാക്കിയിരിക്കുന്നത്. സ്റ്റെപ്പ് ഡിവിഷൻ മെത്തേഡ് നിങ്ങൾക്ക് അറിയാം എന്താണെന്ന്. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഗ്രാഫ് ഒഴിവാക്കിയിട്ടുണ്ട്. അത് സത്യം പറഞ്ഞ ഒരു സഹായമാണ് നിങ്ങൾക്ക്. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഗ്രാഫ് കുറച്ച് ബുദ്ധിമുട്ടാണ് വരയ്ക്കാൻ, അത് ഒഴിവാക്കിയിട്ടുണ്ട്. ബാക്കിയെല്ലാം നിങ്ങൾ പഠിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു മീൻ മീഡിയൻ മോഡ് പഠിക്കുക, മിസ്ഡ് ഫ്രീക്വൻസി. ഇപ്പോൾ ഞാൻ പറഞ്ഞ ക്വസ്റ്റ്യൻസ് എക്സാമ്പിൾ പഠിച്ചാൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. പിന്നെ പ്രോബബിലിറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ വെരി ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ, പ്രോബബിലിറ്റി ഓഫ് ഇവന്റ് ഈസ് ഗിവൻ നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് എന്നുള്ള ഫോർമുല നിങ്ങൾ ആദ്യം പഠിക്കുക. അതിനുശേഷം ഒരു ഡൈസ് ത്രോ ചെയ്യുമ്പോഴുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, 2 ഡൈസ് സൈമിൾട്ടേനിയസ്ലി ത്രോ ചെയ്യുമ്പോൾ 36 ഔട്ട്കം ഉണ്ടാകുന്നു. അതിൽ എന്തൊക്കെ ടൈപ്പ് പ്രോബ്ലംസ് ചോദിക്കാമെന്ന് നിങ്ങൾക്കറിയോ? ഡബ്ലെറ്റ്സ് എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം, അല്ലെങ്കിൽ കിട്ടുന്ന ഇപ്പം ഉദാഹരണത്തിന് നമുക്കിപ്പോൾ 1 1 1 2 1 3 അങ്ങനെയുള്ള ഔട്ട്കംസ് ആണല്ലോ വരിക. അതിൽ 2 ഔട്ട്കംസും കൂടെ ആഡ് ചെയ്താൽ ഈവൻ നമ്പർ കിട്ടാനുള്ള പ്രോബിലിറ്റി ചോദിക്കാം, ആഡ് ചെയ്താൽ ഓഡ് നമ്പർ കിട്ടാനുള്ള പ്രോബിലിറ്റി ചോദിക്കാം. എന്തായാലും ഡിനോമിനേറ്റർ 36 ആണ് വരിക. ന്യൂമറേറ്റർ നമ്മളോട് ചോദ്യത്തിനനുസരിച്ച് നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, പിന്നെ വരുന്നത് കാർഡ്സിൻ്റെ പ്രോബ്ലമാണ് മെയിനായിട്ട് വരുന്നത്. 52 കാർഡ്സ് ഉണ്ട്, ആൻഡ് ദർ എക്സിസ്റ്റ് 4 ഗ്രൂപ്പ്സ് ഓഫ് 13 കാർഡ്സ്. ആൻഡ് അതിൽ 2 ഗ്രൂപ്പ് റെഡാണ്, 2 ഗ്രൂപ്പ് ബ്ലാക്ക് ആണ്. അതിൽ ഫേസ് കാർഡ്സ് ഉണ്ട്. എന്തൊക്കെയാണ് ഫേസ് കാർഡുകൾ? ആ കാർഡ്സിൻ്റെ കാറ്റഗറി മൊത്തം നിങ്ങൾ പഠിക്കുക. അപ്പോൾ ഏത് രീതിയിലുള്ള ഇതിന് പ്രോബിലിറ്റി ഓഫ് നെയ്തർ ക്യൂൻ നോർ കിങ് ടൈപ്പ് ക്വസ്റ്റ്യൻ, കിങ്ങും കിട്ടരുത് ക്യൂനും കിട്ടരുത് എങ്കിൽ എന്താണ് പ്രോബിലിറ്റി? അപ്പോൾ അങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ. അപ്പോൾ അതിൽ എനിക്ക് പറയാനുള്ളത് നിങ്ങളെ ഒരു മെറ്റീരിയൽ വെച്ച് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. കാരണം ടെക്സ്റ്റ് ബുക്കിൽ അത്രയും ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല. അപ്പം പ്രോബിലിറ്റിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായി. പ്രോബിലിറ്റിയിൽ ക്വസ്റ്റ്യൻസ് പല കുട്ടികൾക്കും മാർക്ക് പോകുന്നത് പലപ്പോഴും ഈ കാർഡ്സിൻ്റെ പ്രോബ്ലത്തിലൊക്കെയാണ്. അപ്പം നിങ്ങളത് മെറ്റീരിയൽ വെച്ച് സോൾവ് ചെയ്യുക. നിങ്ങൾക്കൊരു മെറ്റീരിയൽ വെച്ച് സോൾവ് ചെയ്താൽ നിങ്ങൾക്കത് പൂർണ്ണമായിട്ട് മനസ്സിലാവും എന്തൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കുമെന്ന്. പിന്നെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിളിക്കാം.
കോൺടാക്റ്റ് ചെയ്യാം നിങ്ങൾക്ക്. പിന്നെ ഞാൻ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ്റെ കൂടെ വീഡിയോൻ്റെ ടൈറ്റിലിൻ്റെ കൂടെ എൻ്റെ ഫോൺ നമ്പർ ആഡ് ചെയ്തേക്കാം. അപ്പം in any case if you feel any doubt to anyone, you just contact me or you just text me. Text in the sense you can send me WhatsApp messages. ഏത് കുട്ടിക്കും സെൻഡ് ചെയ്യാം. ഞാൻ എൻ്റെ വാട്സാപ്പ് നമ്പർ ഇതിൻ്റെ ടൈറ്റിലിൻ്റെ കൂടെ, ഡിസ്ക്രിപ്ഷനിലോട്ട് ഞാൻ പോകാറില്ല, ടൈറ്റിൽ മാത്രമേ കൊടുക്കാറുള്ളൂ, ടൈറ്റിലിൻ്റെ കൂടെ ഞാൻ ഇട്ടേക്കാം. ആൻഡ് അത്രയും കാര്യങ്ങളാണ് എനിക്കിതിൽ ഇൻക്ലൂഡ് ചെയ്യാനുള്ളത്. പിന്നെ ഒരു കുട്ടി A1 ലക്ഷ്യം വയ്ക്കുന്ന ഓരോ കുട്ടിയും ചെയ്യേണ്ടത് ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞതൊക്കെ പഠിച്ചതിന് ശേഷം ടെക്സ്റ്റ് ബുക്ക് ഓരോ ചാപ്റ്റർ വൈസ് എക്സ്ട്രാ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് സോൾവ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നന്നായി ബെനിഫിറ്റ് കിട്ടും. ഓരോ ചാപ്റ്ററിൻ്റെയും എക്സ്ട്രാ ക്വസ്റ്റ്യൻ മെറ്റീരിയൽ വെച്ച് സോൾവ് ചെയ്യുക. ഹയർ ഓർഡർ തിങ്കിങ് സ്കിൽ ക്വസ്റ്റ്യൻ മെറ്റീരിയലും ടുഗദർ വിത്ത് RD ശർമ്മയൊക്കെ വെച്ചിട്ട് സോൾവ് ചെയ്യാം. അതിനേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് പറ്റുമെങ്കിൽ നിങ്ങളൊരു 8 വർഷത്തെ, ഏറ്റവും മിനിമം 5 വർഷത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡൗൺലോഡ് ചെയ്ത് സോൾവ് ചെയ്തോളൂ. ഉറപ്പ് നിങ്ങൾക്ക് A1 കിട്ടും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്യാൻ പറയുന്നത് യു വിൽ ഗെറ്റ് എ എക്സാക്ട് ഐഡിയ ഹൗ or what type of questions should be in your board exam. അത് കിട്ടണമെങ്കിൽ നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്യണം. അപ്പം നിങ്ങൾക്ക് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ബോർഡ് എക്സാമിന് ചോദിക്കുന്നുള്ള ഐഡിയ കിട്ടും. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് നിങ്ങൾക്ക് ടൈം ടേബിളൊക്കെ സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രാക്ടീസ് അതിനനുസരിച്ച് നിങ്ങൾക്ക് ഉയർത്താം. ഓക്കെ, ചില കുട്ടികൾ എൻ്റെ അടുത്ത് വന്ന് ഡൗട്ട് ചോദിക്കുമ്പോൾ എനിക്ക് ആശ്ചര്യപ്പെട്ടിട്ടുണ്ട്, ഞാൻ എത്ര സ്റ്റാൻഡേർഡുള്ള ക്വസ്റ്റ്യൻസ് ആണ് അവർ ചോദിക്കുന്നതെന്ന്. അപ്പോൾ അതാണ്, അതുപോലെ പ്രാക്ടീസ് ചെയ്യണം. അത് അങ്ങനെ സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടുമോ ഒരേ ഒരു കാര്യം ചെയ്യുമ്പോഴാണ് 5 വർഷത്തെ 6 വർഷത്തെ നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിക്കോളൂ. ഇൻട്രസ്റ്റ് വേണം. മാത്സ് പഠിക്കാൻ നിങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ടത് ഇൻട്രസ്റ്റ് ആണ്. ഓരോ പ്രോബ്ലം ചെയ്ത് കിട്ടുമ്പോഴുള്ള സന്തോഷം, ആ സന്തോഷത്തിന് വേണ്ടിയെങ്കിലും പുതിയ പ്രോബ്ലംസ് കണ്ടുപിടിക്കുക, പ്രാക്ടീസ് ചെയ്യുക. സോ ഇറ്റ്സ് യുവർ ഷിബിൻ സൈനിങ് ഔട്ട്. താങ്ക് യു. ബൈ.